उपासिन्दुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे जयपताक स्वामिनिधि नामिने नमः आचार्यपादाय निताय कृपाप्रदायिने गौरगदादामदाय नगरग्रामतारिणे नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण। ശ്രീമദ് ഭാഗവതാണ്. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 3 ശ്ലോകം 36 മുതലാണ് നമ്മൾ എടുക്കുന്നത്. 36, 37, 38, 39, 40 ശ്ലോകം എഴുതി വെച്ചാൽ ഹരേ കൃഷ്ണ. जय जय भागवत देवा जय जय भागवत जय जय राधा कृष्ण स्वरूपा जय जय भागवत देवा जय जय भागवत जय जय അപ്പോൾ ഈ ശ്ലോകത്തിൽ എന്താണെന്ന് വെച്ചാൽ രാധാകൃഷ്ണ സ്വരൂപമാണ് ഭാഗവതം. അപ്പോൾ അത് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 3 ശ്ലോകം 36 മുതലാണ് കേട്ടോ. ഹരേ കൃഷ്ണ. ശ്ലോകം 36 നോക്കാം. സവായിദം വിശ്വമമോഘലീല സൃജതി അവധി അസ്തി ന സജ്ജതേ അസ്മിൻ
ഭൂതേഷു ച അന്തർഹിത ആത്മതന്ത്ര സദ്വർഗികം ജിഗ്രതി ഷഡ്ഗുണ ഈശ സവായിദം വിശ്വമമോഘലീല സൃജദ്യവദ്യക്തിന സജ്ജതേ അസ്മിൻ ഭൂതേഷു ച അന്തർഹിത ആത്മതന്ത്ര സദ്വർഗികം ജിഗ്രതി ഷഡ്ഗുണ ഈശ. ഹരേ കൃഷ്ണ. ഇതിന്റെ അർത്ഥം, വിവർത്തനം, ഭാവാർത്ഥം ഒരാൾ മൈക്കിന് വായിക്കും. ആരാ മൈക്കിന്? മൈക്ക് അതൊക്കെ ഉറക്ക വായിക്കണം, എല്ലാവർക്കും കേൾക്കാൻ. അർത്ഥം, വിവർത്തനം, ഭാവാർത്ഥം. അർത്ഥം: സ പരമപുരുഷൻ, സ മാറി മാറി സംഭവിപ്പിക്കുക, ഇതം ഈ വിശ്വം പ്രത്യക്ഷ പ്രപഞ്ചങ്ങൾ, അമോഘലീല കുറ്റമറ്റ പ്രവർത്തനങ്ങൾ നടത്തുന്നവൻ, സൃജതി സൃഷ്ടിക്കുന്നു, അവധി അത്തി സംരക്ഷിക്കുന്നതും ഉന്മൂലനം ചെയ്യുന്നതും, ന ഇല്ല, സജ്ജരെ സ്പർശിക്കുകയാൽ, അസ്മിൻ അവരിൽ, ഭൂതേഷു എല്ലാ ജീവാത്മാക്കളിലും, ച ഓം അന്തർഹിത ഹൃദയാന്തർവർത്തിയായി, ആത്മതന്ത്ര ആത്മസ്വതന്ത്രൻ, സദ്വർഗികം അദ്ദേഹത്തിന്റെ ഭഗവാന്റെ സർവവിധ വിഭൂതികളാലും പ്രദാനം ചെയ്യപ്പെട്ട, ജിഗ്രതി പരിമള ആസ്വാദനം പോലെ ഉപരിതല അനുബന്ധമായ, ഗുണ ഈശ ഷഡ് ഇന്ദ്രിയങ്ങളുടെയും അധിപൻ. വിവർത്തനം: സദാ കളങ്കരഹിതങ്ങളായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഭഗവാൻ ഷഡേന്ദ്രിയങ്ങളുടെ അധിപനും ഷഡ്വിഭൂതികളാൽ പൂർണ്ണ അനന്ത ശക്തിമാനുമാകുന്നു. ലവലേശം പ്രഭാവിതമാകാതെ അദ്ദേഹം പ്രത്യക്ഷ പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നു. നിത്യസ്വതന്ത്രനായി സർവരുടെയും ഹൃദയാന്തർവർത്തിയായി ഭഗവാൻ നിവസിക്കുന്നു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ഉറക്ക വായിച്ചോളൂ കേട്ടോ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: ശ്രീല പ്രഭുപാദ കി ജയ. ഭഗവാനും ജീവാത്മാക്കളും തമ്മിലുള്ള പരമവും പ്രധാനവുമായ അന്തരം ഭഗവാൻ സൃഷ്ടാവും ജീവാത്മാക്കൾ സൃഷ്ടികളുമാണ് എന്നതാണ്. ഭഗവത് സൃഷ്ടിയിൽ യാതൊന്നും തന്നെ ശോചനീയമല്ലാത്തതിനാൽ ഇവിടെ ഭഗവാനെ അമോഘലീല എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഭഗവത് സൃഷ്ടിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ സ്വയം ആപത്തിൽ അകപ്പെടുന്നു. സമ്പത്ത്, ശക്തി, കീർത്തി, സൗന്ദര്യം, ജ്ഞാനം, പരിത്യാഗം എന്നീ ഷഡ് വിഭൂതികളാൽ സമ്പൂർണമായി പരിസേവിതനാകയാൽ ഭഗവാൻ സമസ്ത ഭൗതിക ക്ലേശങ്ങൾക്കും അതീന്ദ്രിയനാകുന്നു. ഇപ്രകാരം ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ അധിപനാകുന്നു. ഭൗതിക പ്രപഞ്ചത്തിലെ ത്രിവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ജീവാത്മാക്കളെ വീണ്ടെടുക്കാൻ ഭഗവാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചങ്ങളെ സ്വയം സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും കാലോചിതമായി ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നു എന്നു മാത്രമല്ല, ഇത്തരം പ്രവർത്തനങ്ങൾ ഭഗവാനെ ലവലേശം ബാധിക്കുന്നില്ല. പരിമളം വമിപ്പിക്കുന്ന പദാർത്ഥവുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാതെ പരിമളം ആസ്വദിക്കാൻ സാധിക്കുന്നതുപോലെ ഭഗവാൻ ഉപരിപ്ലവമായി മാത്രമേ ഈ ഭൗതിക സൃഷ്ടിയുമായി ബന്ധപ്പെടുന്നുള്ളൂ. ആകയാൽ സർവവിധ കഠിന പ്രയത്നത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ തന്നെയും അദ്വൈത പദാർത്ഥങ്ങൾക്ക് ഒരിക്കലും ഭഗവാനെ സമീപിക്കുവാൻ സാധ്യമാകുന്നില്ല. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ശ്ലോകം എന്താ പറഞ്ഞത്? ഭഗവാൻ സദാ കളങ്കരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ആളാണ് ഭഗവാൻ. കളങ്കമില്ലാത്ത പ്രവർത്തനം. അദ്ദേഹത്തിന് നമ്മുടെ ഭൗതികമായിട്ടുള്ള ഒരു കളങ്കവും ബാധിക്കാത്ത ആളാണ് ഭഗവാൻ. അതുകൊണ്ട് അദ്ദേഹത്തിനെ സമീപിക്കാൻ അദൈവിക പദാർത്ഥങ്ങൾക്ക് സാധിക്കില്ല. അദൈവികം പറഞ്ഞാൽ ഭൗതിക പദാർത്ഥങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിക്കാൻ സാധിക്കില്ല. ദൈവികമായിട്ടുള്ളവർക്ക് മാത്രമേ ഭഗവാനെ സമീപിക്കാൻ സാധിക്കുള്ളൂ. ഇനി അടുത്ത ഭഗവാന്റെ ഒരു ക്വാളിറ്റി എന്താ അതിൽ പറഞ്ഞത്? അദ്ദേഹം ഷഡ് ഇന്ദ്രിയങ്ങളുടെ അധിപനാണ്. എന്തൊക്കെയാണ് ഷഡ് ഇന്ദ്രിയങ്ങൾ? ഷഡ് ഐശ്വര്യല്ല, ഷഡ് ഇന്ദ്രിയങ്ങൾ. നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഷഡ് ഇന്ദ്രിയങ്ങൾ, 6 ഇന്ദ്രിയങ്ങൾ. ഷഡ് പറഞ്ഞാൽ 6. 5 എണ്ണമായി. ഒരാളും കൂടി ഇട്ടല്ലോ.
ആരോ പറഞ്ഞു മനസ്സ്. അതായത് മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന മനഃഷ്ടാനിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി ഹർഷതി എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം ഉണ്ട് നമ്മുടെ ഭഗവത്ഗീത 15-ാം അധ്യായത്തിൽ. അതായത് മനഃഷ്ടാനിന്ദ്രിയാണി, മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങൾ. ഏതൊക്കെയാണ് 6 ഇന്ദ്രിയം? എല്ലാവർക്കും അറിയാം. കണ്ണ് അല്ലേ? കണ്ണറിയില്ലേ? പുതിയ ആളല്ല, അതുകൊണ്ടാണ് പറയണത്. കണ്ണ്, പിന്നെ മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇതാണ് 5 നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇത് കൂടാതെ ഒരാളും കൂടി ഉണ്ടാരാണ്? മനസ്സ്. ഈ 6ന്റെയും അധിപൻ ആരാണ്? ആരാന്ന് പറഞ്ഞാൽ ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ ഒരു പേരാണ് ഋഷികേശൻ. എന്താണ്? ഋഷികേശൻ. ഋഷിഗാണാം ഈശൻ. ഋഷികങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഋഷികങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ. അതാണ് ഇപ്പൊ പറഞ്ഞ പേര്. ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? കണ്ണ്. ഇപ്പൊ ജപിക്കരുത്. കണ്ണ് ചോദ്യം ചോദിക്കുമ്പോൾ ആൻസർ പറയാൻ കിട്ടില്ല. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, മനസ്സ്. ഈ 6ന്റെയും അധിപൻ ആരാണ്? കൃഷ്ണനാണ്. അതുകൊണ്ട് കൃഷ്ണൻ ഒരു പേരുണ്ട്. എന്താണ്? ഋഷികേശൻ. അതൊരു പ്രത്യേകത ഭഗവാനോട് പറഞ്ഞു. പിന്നെ അടുത്ത പ്രത്യേകത എന്താ പറഞ്ഞാൽ അദ്ദേഹം ഷഡ് വിഭൂതികളാൽ പൂർണ്ണ അനന്തശക്തിമാനാണ്. ഷഡ് വിഭൂതികൾ പറഞ്ഞാൽ ഭഗവാന് 6 ഐശ്വര്യങ്ങൾ. ഏതൊക്കെയാണ് 6 ഐശ്വര്യങ്ങൾ? നമുക്ക് എല്ലാവർക്കും നമ്മൾ ഈ 6 ഐശ്വര്യങ്ങളിൽ പെട്ടുപോണ ആൾക്കാരാണ് അല്ലേ? അപ്പൊ നമ്മൾ കൃഷ്ണനിലാണ് പെട്ടു പോകേണ്ടത് ശരിക്കും. കാരണം ഈ 6 ഐശ്വര്യം പൂർണ്ണമായിട്ട് ആൾക്ക് മാത്രമേ ഉള്ളൂ. എന്താ? ആദ്യത്തെ സൗന്ദര്യം. നമ്മൾ അതുകൊണ്ടല്ലേ സിനിമാ താരങ്ങൾ വരുമ്പോഴേക്കും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ എന്താണ്? അവരുടെ സൗന്ദര്യത്തിൽ അട്രാക്റ്റഡ് ആണ് നമ്മൾ അല്ലേ? ഐശ്വര്യ റായൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സുമിമാതിനെയൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ ഒറ്റ ഓട്ടോടോ അല്ലേ? എന്താണ്? കാരണം അത്രയും സുന്ദരിയാണ് അല്ലേ? പക്ഷേ നമുക്ക് ആ പ്രവണതയുണ്ട്. അപ്പോൾ ഏറ്റവും ഭംഗി ആരാണ്? ഭഗവാൻ. കൃഷ്ണൻ അത്ര ഭംഗി ആരും തന്നെ ഇല്ല. ശിവനില്ല, ഇന്ദ്രനില്ല അല്ലേ? ഈ കാമദേവനില്ല. അതായത് കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭ. കോടിക്കണക്കിന് കാമദേവന്മാരുടെ സൗന്ദര്യമാണ് കൃഷ്ണ. അപ്പൊ നമുക്ക് സൗന്ദര്യം ഇഷ്ടമുള്ളവർ ആരെ ഇഷ്ടപ്പെടണം? കൃഷ്ണ. കൃഷ്ണന്റെ അത്ര സൗന്ദര്യം ആർക്കും ഇല്ല. പിന്നെ അടുത്തെന്താണ്? ഏറ്റവും സമ്പത്തുള്ളവർ നമുക്ക് ഇഷ്ടമാണ് അല്ലേ? സമ്പത്തുള്ളവരൊക്കെ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കും കുറച്ച്. എന്താണ്? സമ്പത്ത് ഇഷ്ടമാണ്. അപ്പൊ ഏറ്റവും സമ്പത്തുള്ള ആളാരാണ്? കൃഷ്ണ. കാരണം ഈയില്ലേ കംപ്ലീറ്റ് പ്രപഞ്ചത്തിന്റെ അധിപതി ആരാണ്? കൃഷ്ണനാണ്. നമ്മളെ ആ ഒരു അമ്പലത്തിൽ ഇപ്പൊ നിറയെ ഇത് കണ്ടെത്തി എന്ന് പറഞ്ഞില്ലേ? പത്മനാഭസ്വാമി അമ്പലത്തിൽ ഏറ്റവും അധികം പൈസക്കാരൻ ആരാണ്? പത്മനാഭസ്വാമിയാണ്. അത് ആർക്കും കൊടുക്കുന്നില്ല. അത് അവരുടെ കയ്യിൽ 2 അടിയിലുണ്ട്. നമ്മൾ വിചാരിക്കണം കുറച്ച് ഞങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കണം. മൂപ്പരുടെ സ്വത്താണത് അല്ലേ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഏറ്റവും അധികം സ്വർണ്ണ നാണയങ്ങളുള്ളത് നമ്മൾ കണ്ടെത്തിയില്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ സമ്പത്ത് ആരുടെ കയ്യിലാണ്? ഭഗവാന്റെ കയ്യിലാണ്. അപ്പോഴും നമുക്ക് ഭഗവാനെ തന്നെ നോക്കിയിട്ട് കാര്യമുള്ളൂ അല്ലേ? ഏറ്റവും അധികം സമ്പത്ത് ആളുടെ. അപ്പൊ 2ാമത്തെ ഐശ്വര്യം, ഷഡ് ഐശ്വര്യം ഉണ്ട്. ഇനി 3ാമത്തെ ഐശ്വര്യം ശക്തി. അല്ലേ? എന്ത് അസുരന്മാരെ വന്നാലും ഒറ്റ അടി കൊണ്ട് അവർ തീർക്കാൻ പറ്റും. അതായത് തൃണാവർത്തനൊക്കെ വന്നപ്പോ ഭഗവാൻ 1 വയസ്സൊക്കെ ഉള്ളൂ. ശകടാസുരൻ വരുമ്പോ ഭഗവാൻ കിടക്കാണ് തൊട്ടില്ല. കുഞ്ഞിക്കാലുണ്ട് ഒറ്റ അടി കിടന്ന ശകടാസുരൻ ടക് 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 കൊണ്ട് താഴെ വീണു അല്ലേ? അത്രയും ശക്തിയാണ്. അതായത് ശക്തി ഉണ്ടാക്കാനായിട്ട് ആൾക്ക് പ്രത്യേകിച്ച് പ്രയത്നമൊന്നും വേണ്ടാന്ന്. ജനിച്ചപ്പോഴേ ശക്തിയുണ്ട്. ഇനിയിപ്പോൾ ധ്യാനം ചെയ്ത് യോഗ ചെയ്തിട്ട് ശക്തിമാനായ പാർട്ടിയല്ല കൃഷ്ണ. ജനിച്ചപ്പോഴേ പൂതനയിലേക്ക് കൊന്നു കണ്ടില്ലേ? നിസ്സാരമായിട്ട്. അപ്പോൾ ശക്തിയുള്ളവർ ഇഷ്ടമായതുകൊണ്ടല്ലേ നമ്മൾ നല്ല ഇടിപ്പടങ്ങളൊക്കെ കാണുന്നത് അല്ലേ? മോഹൻലാൽ മമ്മൂട്ടിയിലേക്ക് ആദ്യം നമ്മൾ കാണുമ്പോൾ എന്താ ശൗര്യം എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് ഇഷ്ടം. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായി അവരൊക്കെ എന്താണെന്നുള്ളത് അല്ലേ? കൃഷ്ണനെ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായി കൃഷ്ണന്റെ ശക്തി എന്താണ് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ കൂടെ നിന്ന് രക്ഷിക്കാൻ ഒരാൾക്കേ പറ്റുള്ളൂ. ആർക്കാണ്? കൃഷ്ണൻ. ഈ പറഞ്ഞ ഒരു മനുഷ്യർക്കും. ഭർത്താവിനൊന്നും പറ്റില്ല. വെറുതെ ഭർത്താവിനെ സറണ്ടർ ചെയ്യരുത്. ഭർത്താവിനെ നമസ്കരിക്കുക, സ്നേഹിക്കുക, അതിലപ്പുറം ഒന്നും വേണ്ട. കാരണം പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നമ്മുടെ നിസ്സാര ഭർത്താക്കന്മാരെ കുറിച്ചല്ല പറയണേ. പാഞ്ചാലിയുടെ 5 ഭർത്താക്കന്മാർ പറഞ്ഞാൽ സാധാരണക്കാരനാണോ? ഭീമൻ അല്ലേ? അർജുനൻ അല്ലേ? യുധിഷ്ഠിര ആരാണ്? യമന്റെ മകനാണ് യുധിഷ്ഠിര. അർജുന, ഭീമ, നകുലൻ, സഹദേവൻ. ഈ 5 ഭർത്താക്കന്മാരുള്ള ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഇവർ 5 പേർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സാക്ഷാൽ കൃഷ്ണൻ തന്നെ വന്നത് മാനത്തിന് വില പറയണ സമയത്ത് ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ് ഭർത്താവ് സഹായിക്കേണ്ടത്. ആ സമയത്ത് ഈ 5 പേരും ഉണ്ടാതിരുന്നു. സാധിച്ചില്ല. അവര് ദാസന്മാരായി പോയി അല്ലേ? പക്ഷെ ഭഗവാൻ സ്വതന്ത്രനാണ്. ഭഗവാൻ പൂർണ്ണ അഭിജ്ഞ സ്വരാട്. ഭഗവാൻ ആർക്കും ഇങ്ങനെ കെട്ടിയിടാൻ പറ്റില്ല. ഒരാളുടെയും ദാസനാവാൻ ഭഗവാനെ പറ്റില്ല. ഇവർക്ക് ദുര്യോധന്റെ ദാസനാവേണ്ടി വന്നു 5 പേർക്ക്. പക്ഷെ ഭഗവാനെ ദാസനാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാറാണ് കൃഷ്ണൻ ചിലപ്പോൾ പല ആളുകളൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിക്കരുത്.
അത് കൃഷ്ണനാണ്. കൃഷ്ണൻ അദ്ദേഹത്തിലൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. നമ്മളൊരാളുടെ കാണുമ്പോൾ, ഒരാളെ സഹായം ചെയ്യുമ്പോൾ അവരെ പ്രൈസ് ചെയ്യാൻ പാടില്ല, അവരോട് താങ്ക് യു പറയണം, താങ്ക് യു വെരി മച്ച്. പക്ഷേ പ്രൈസിങ് മുഴുവൻ ആരാണ്? കൃഷ്ണ. അദ്ദേഹത്തിനെ തോന്നിപ്പിക്കണ ആരാണ്? കൃഷ്ണനാണ്. ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ ശക്തി കൃഷ്ണനാണ് അല്ലെ. 3 ഐശ്വര്യം പറഞ്ഞു. പിന്നെ 4ാമത്തെ ഐശ്വര്യം എന്താണ്? യശസ്, കീർത്തി. ഏറ്റവും അധികം കീർത്തി. നമുക്കൊക്കെ ഫേമസ് ആവാൻ ഇഷ്ടമായതുകൊണ്ടല്ലേ ഇങ്ങനെ അല്ലോ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ. അതായത് നമ്മൾ ഫേമസ് ആവാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും ഫേമസ് ആരാണ്? നൂറ്റാണ്ടുകളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഫേമസ്. ഇപ്പോൾ സിനിമാ താരങ്ങൾ ഒരു 100 വർഷമൊക്കെ ഫേമസ് ആയിരിക്കും അല്ലേ. അത് കഴിഞ്ഞാൽ അവരുടെ പ്രശസ്തി കഴിഞ്ഞു. ക്രിക്കറ്റ് താരങ്ങൾ ആണെങ്കിൽ ഒരു 10, 70, 80 വർഷം അവരും ഫേമസ് ആയിരിക്കും. പക്ഷെ കൃഷ്ണൻ 5000 വർഷം മുമ്പുള്ള കൃഷ്ണൻ ഇപ്പോഴും അതേ ഫേമസ്. കൃഷ്ണൻ മാത്രമല്ല, അവരുടെ ഭക്തകളൊക്കെ ഫേമസ്. രാധാറാണി അല്ലേ, അവരൊക്കെ യശോദ, രാധാറാണി ഒക്കെ ഫേമസ് ആണ്. കുചേലൻ ഇപ്പോഴും നമ്മൾ പഠിക്കാനിരിക്കുന്നു. പാവം, അദ്ദേഹത്തിന് ഒന്നും അറിഞ്ഞിട്ടല്ല ഫേമസ് ആയത്. ഭഗവാനെ നാമം ജപിച്ചിട്ട് മാത്രം ഫേമസ് ആയ ആരാണ്? കുചേല. പട്ടിണി പാവാണ്, ഐശ്വര്യമില്ല, സമ്പത്തില്ല അല്ലെ, സൗന്ദര്യമില്ല, ഒന്നുമില്ലാത്ത കുചേലൻ എങ്ങനെ ഫേമസ് ആയി? നമ്മളിപ്പോൾ പഠിക്കുക ആളെ കുറിച്ചിട്ട്. എന്തുകൊണ്ട്? 5000 വർഷമായിട്ടും ഫേമസ് ആണ്. എന്തുകൊണ്ട്? ഭഗവാന്റെ കൂടെ കൂടിയത് കാരണം. അപ്പൊ നമുക്ക് ഫേമസ് ആവണേലും കൃഷ്ണന്റെ കൂടെ കൂടണം അല്ലേ. അപ്പൊ ഏറ്റവും ഫേമസ് കീർത്തി ആർക്കാണ്? കൃഷ്ണ. അപ്പൊ 4 ക്വാളിറ്റി നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സൗന്ദര്യം, സമ്പത്ത്, ശക്തി, കീർത്തി പറഞ്ഞു അല്ലെ, യശസ് പറഞ്ഞു. പിന്നെ 5ാമത്തെ എന്താണ്? ജ്ഞാനം, അറിവ് അല്ലെ. അറിവുള്ളവരെ നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ ഏറ്റവും അധികം അറിവ്, വേദങ്ങളെ ഉണ്ടാക്കിയത് ആരാണ്? കൃഷ്ണനാണ്. വേദങ്ങളിൽ നിന്നാണ് എല്ലാ അറിവും വന്നത്. പക്ഷെ വേദങ്ങൾ ബ്രഹ്മാവിന് കൊടുത്തത് കൃഷ്ണനാണ്. അതിൽ നിന്നാണ് എല്ലാ അറിവും, ജ്ഞാനങ്ങളും, ഭാഗവതവും ഒക്കെ വന്നത്. അപ്പോൾ ഏറ്റവും അറിവുള്ള ആള്. ഇനി അറിവ് പറഞ്ഞ എല്ലാ ഭാഷയും അറിയുന്ന ആള്. നമുക്ക് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നവരെ കണ്ട ഇഷ്ടമാണ്, ഹിന്ദി സംസാരിക്കുന്ന ഇഷ്ടമാണ്. പക്ഷെ എല്ലാം സംസാരിക്കും കൃഷ്ണൻ അല്ലേ. ചൈനയിൽ പ്രാർത്ഥിച്ചാലും കൃഷ്ണൻ കേൾക്കും അല്ലേ. ഉഗാണ്ട ഭാഷയിൽ പ്രാർത്ഥിച്ചാലും കൃഷ്ണൻ കേൾക്കും. ഇനി എന്തൊക്കെ മൃഗങ്ങളുടെ ഭാഷയും ഭഗവാൻ അറിയാം അല്ലെ, എല്ലാം അറിയാം. അപ്പൊ ഏറ്റവും അറിവുള്ളവൻ ആരാണ്? കൃഷ്ണ. അപ്പൊ 5ാമത്തെ കേസിലും കൃഷ്ണൻ തന്നെ, വേറൊരാളെ പറ്റില്ല നമുക്ക്. 6ാമത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ, ചില മനുഷ്യന്മാർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അഹങ്കാരം, അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടാവും. കൃഷ്ണൻ ഇതിലൊന്നും തന്നെ അറ്റാച്ച്മെന്റ് അല്ല. വൈരാഗ്യം 6ാമത്തെ ക്വാളിറ്റിയാണ് വൈരാഗ്യം. അങ്ങനെ 6 ഷഡ് വിഭൂതികൾ, ഷഡ് ഐശ്വര്യങ്ങൾ തികഞ്ഞവനാണ് കൃഷ്ണൻ. അനന്ത ശക്തിമാനാണ് ഭഗവാൻ. അപ്പൊ ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. സാധാരണ വ്യക്തിയല്ല അദ്ദേഹം. അദ്ദേഹം തന്നെയാണ് സൃഷ്ടിക്കണോ, സംരക്ഷിക്കണോ, നശിപ്പിക്കുകയും ചെയ്യണു അല്ലെ. അദ്ദേഹം സൃഷ്ടി അദ്ദേഹത്തിന്റെ മഹാഭക്തനായ ബ്രഹ്മാവിലൂടെ നടത്തുന്നു. ആ സ്ഥിതി അദ്ദേഹത്തിന്റെ വിസ്തീർണമായ വിഷ്ണുവിലൂടെ നടത്തുന്നു. പിന്നെയോ സംഹാരം അദ്ദേഹത്തിന്റെ വിസ്തീർണമായിട്ടുള്ള ശിവനിലൂടെ നടത്തുന്നു. അപ്പൊ ഇങ്ങനെയാണ് അദ്ദേഹം സൃഷ്ടി, സ്ഥിതി, സംഹാരം നടത്തുന്നു. നിത്യ സ്വതന്ത്രനായിട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ വാഴുന്നു. ഇതൊക്കെ പോട്ടെ, ഇനി നമ്മളോട് എല്ലാവരുടെയും ഹൃദയത്തിൽ മൂപ്പര് ഇരിക്കുന്നുണ്ട് അല്ലെ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ. എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാനാണ്. അദ്ദേഹമാണ് സ്മൃതി, മത്ത സ്മൃതി, ജ്ഞാനം അബോഹനം. അദ്ദേഹമാണ് ഓർമ്മ തരുന്നത്, ബുദ്ധി തരുന്നത് അല്ലേ, മറവി തരുന്നതും ഭഗവാനാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഭഗവാൻ മാത്രമാണ്. ഹരേ കൃഷ്ണ. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി നമ്മളും ജീവാത്മാക്കളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നതിൽ പറയുന്നത്. ഭഗവാൻ സൃഷ്ടാവാണ്, നമ്മൾ സൃഷ്ടികളാണ്. അതാണ് പ്രധാന വ്യത്യാസം. നമ്മളാണ് സൃഷ്ടികൾ, ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചു. ഇതൊക്കെ സൃഷ്ടിച്ച ആരാണ്? ഭഗവാൻ അല്ലേ. പിന്നെന്ത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സൃഷ്ടിയിൽ ഒന്നും തന്നെ ശോചനീയമായതില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പേരാണ് അമോഘലീല. ഇതാണ് അമോഘം എന്ന് പറഞ്ഞാൽ ശോചനീയമല്ലാത്തത്. യാതൊന്നും തന്നെ ശോചനീയമല്ലാത്തതിനാൽ ഭഗവാനെ അമോഘലീല എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി എന്താ പറയണത്? ഇനി ഭൗതിക പ്രപഞ്ചത്തിലെ ത്രിവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ജീവാത്മാക്കളെ വീണ്ടെടുക്കാൻ ഭഗവാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചങ്ങളെ സ്വയം സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല ഇത്തരം പ്രവർത്തനങ്ങൾ ഭഗവാനെ ലവലേശം ബാധിക്കുന്നില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ ആസ്വാദന പ്രവണതയുള്ള ജീവാത്മാക്കൾ പല മിസ്റ്റേക്കുകൾ ചെയ്യും. അപ്പോൾ നമുക്ക് സ്വയം ആസ്വദിക്കാൻ ആഗ്രഹം. ഇപ്പം നമ്മൾ ഇവിടെ വന്ന സത്സംഗത്തിപ്പോൾ നമ്മൾ ആസ്വദിക്കുന്നില്ല. കൃഷ്ണനെ ആസ്വദിപ്പിക്കാൻ ഫുഡ് ഉണ്ടാക്കണം, കൃഷ്ണന് വേണ്ടി പാട്ട് പാടണം, കൃഷ്ണന് വേണ്ടി ഡാൻസ് ചെയ്യണം. ഇങ്ങനെയാണ് സത്യത്തിൽ നമ്മുടെ സ്വഭാവം. പക്ഷെ ആ സ്വഭാവത്തിൽ ചിലപ്പോൾ ചേഞ്ച് വരും. സ്വയം ആസ്വദിക്കുന്ന ആഗ്രഹം വരും. ആ ഫുഡ് എനിക്ക് ആദ്യം കഴിച്ചിട്ട് ഭഗവാൻ കഴിച്ചാൽ മതി തോന്നി എങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതാണ് സ്വയം ആസ്വദിക്കാനുള്ള ആഗ്രഹം. നമുക്ക് ആ പ്രവണത വന്നപ്പോഴാണ് നമ്മളിവിടെ ഭൗതിക ലോകത്ത് വന്നത്. അപ്പോൾ ഈ പ്രവണതയുള്ള ആൾക്കാരെ ശുദ്ധീകരിക്കാനായിട്ട് ഭഗവാൻ ഭൗതിക ലോകം സൃഷ്ടിച്ചിട്ട് ഇവിടേക്ക് അവരുടെ വാസന അനുസരിച്ച് ഇവിടേക്ക് എല്ലാവരും വിട്ടു.
വിട്ടിട്ട് ഇവിടുത്തെ സൃഷ്ടിസ്ഥിതി സംഹാരമൊക്കെ അദ്ദേഹം തന്നെ നടത്തി. ഒപ്പം അദ്ദേഹം ജ്ഞാനവും തരുകയാണ്. ഭാഗവതം, ഭഗവത്ഗീത ഇങ്ങനെയുള്ള പുരാണങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്നു. എന്തിനാണ്? മതിയായി, ആസ്വാദനം മതിയായി, പ്രശ്നങ്ങൾ മനസ്സിലായുമ്പോൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, മോക്ഷപ്രാപ്തിയിലൂടെ തിരിച്ച് ഭഗവാൻ ലോകത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ജ്ഞാനം മുഴുവൻ നമുക്ക് തന്നത്. ഇവിടെ കാരണം ഈ ഭൗതിക ലോകം പറഞ്ഞാൽ സ്ഥിരമല്ല. ഇത് നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടി ഒരു ജയിൽ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ശാശ്വതമായ സന്തോഷം അന്വേഷിച്ച് ആർക്കും കിട്ടില്ല. എത്ര ശ്രമിച്ചാലും കിട്ടില്ല. എന്തൊക്കെ ഇനി എല്ലാം ഓക്കെ ആണെങ്കിലും ശരീരം പ്രശ്നമായിരിക്കും അല്ലേ? ഒന്നല്ലെങ്കിൽ മനസ്സ് പ്രശ്നമായിരിക്കും. മനസ്സൊക്കെ റെഡിയായി വരുമ്പോഴായിരിക്കും ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മനസ്സൊക്കെ ക്ലിയറായി വരും, പഠിച്ച് ജപിച്ച അനുഭവത്തിലൂടെ. അപ്പോഴേക്കും ബോഡി മുഴുവൻ കുഴപ്പമായി തുടങ്ങും അല്ലേ? അപ്പോൾ മൊത്തം ഇവിടെ സന്തോഷമായിട്ടിരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. സന്തോഷം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഒറിജിനൽ സ്ഥലത്തേക്ക് പോകണം. നമ്മുടെ ഒറിജിനൽ സ്ഥലം ഭഗവാന്റെ അടുത്താണ് എല്ലാവരുടെയും. ആ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഭഗവത്ഗീത, ഭാഗവതം, ഉപനിഷത്തുകളൊക്കെ ഭഗവാൻ ഈ സൃഷ്ടിയോടുകൂടി ഭഗവാൻ ഇതും സൃഷ്ടിച്ച് തന്നു. ഇനി ഇത് പഠിച്ച് നമ്മൾ ആ ഇവിടുത്തെ അറ്റാച്ച്മെൻറ്റുകൾ കുറച്ച് തിരിച്ച് പതുക്കേനെ ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനാണ് അദ്ദേഹം സൃഷ്ടി നടത്തിയത്. ഇനി പിന്നെന്താ പറയുക? ഭഗവാൻ ഇതൊക്കെ സൃഷ്ടി നടത്തുന്നതിന് ഭഗവാന് ഭൗതികമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. ഇതുമായിട്ട് ഇത് നിർത്തി സൃഷ്ടി നടത്തുന്നത് അദ്ദേഹം മിണ്ടാതെ അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കി ഇരിക്കുകയാണ്. മനസ്സിലായി? അദ്ദേഹം ഇതുമായിട്ട് ഒരു ടച്ചും ഇല്ലയെന്ന്. അദ്ദേഹം ഗോലോക വൃന്ദാവനത്തിൽ സൂപ്പറായിട്ട് ആനന്ദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് ഈ കരുണയുള്ളതുകൊണ്ട് നമ്മളോർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തു തന്നിട്ട് അദ്ദേഹം ഇതുമായി ബന്ധമില്ലാതെ തന്നെ ഇരിക്കുന്നു എന്നാണ്. ഒരു പൂവ് എൻ്റെ മണം അതുമായിട്ട് ബന്ധമില്ലെങ്കിലും ആ മണം അറിയുന്നത് പോലെ അദ്ദേഹം നമ്മളെല്ലാം അറിയുന്നുണ്ട്. ബന്ധമില്ലെങ്കിലും നമ്മളെല്ലാം അറിയും. നമ്മൾ ഇപ്പോൾ ഒരു ചന്ദനത്തിരിയുടെ ചക്കയൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും മുറിച്ച് കഴിഞ്ഞാൽ അപ്പം മണം വരും. നമ്മൾ ചക്കയായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിലും ആ മണം നമുക്ക് അനുഭവിക്കുന്ന പോലെ ഭഗവാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയേണ്ടത്. പക്ഷെ നമ്മളുമായിട്ട് നേരിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഇല്ല, ബന്ധപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കാരണം എന്താ വെച്ചാൽ അവർക്ക് അദ്ദേഹത്തിന് ഭൗതികമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് ഭൗതികമായ പദാർത്ഥങ്ങളെ കൊണ്ട് അദ്ദേഹത്തിനെ സമീപിക്കാൻ പറ്റില്ല. അതാണ് അദൈവിക പദാർത്ഥങ്ങൾക്ക് അദ്ദേഹത്തിനെ സമീപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അത്രയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി ശ്ലോകം 37 നമുക്ക് നോക്കേണ്ടത്. ഹരേ കൃഷ്ണ. ശ്ലോകം 37 വായിക്കാം. നചസ്യ കശ്ചിദ് നിപുണേന ധാതു അവൈദി ജന്തു മനീഷ ഊദി നാമാനി രൂപാണി മനഭജോബി സന്തന്വദ നടചര്യം ഇവ അജ്ഞഃ. നച അസ്യ കശ്ചിദ് നിപുണേന ധാതു അവൈദി ജന്തു മനീഷ ഊദി നാമാനി രൂപാണി മനഭജോബി സന്തന്വദ നടചര്യം ഇവ അജ്ഞഃ. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ശ്ലോകം വായിക്കാം. അർത്ഥം, വിവർത്തനം, ഭാവാർത്ഥം. അതാരാ വായിക്കുന്ന വെച്ചാൽ വായിക്കാം. ആർക്ക് വേണമെങ്കിൽ വായിക്കാം കേട്ടോ. ഉറക്കം വായിക്കുന്നത് മാത്രം വായിക്കില്ല. ലതാൻറ്റി വായിക്കണ്ടോ? ഹരേ കൃഷ്ണ. ലതാൻറ്റിനൊന്ന് വിളിക്കൂ. ലതാൻറ്റിനൊന്ന് വിളിക്കൂ കേട്ടോ. ലതാൻറ്റി ശ്ലോകം 37 അർത്ഥം വിവർത്തനമൊക്കെ ലതാൻറ്റിക്ക് കൊടുത്തു വായിക്കും. എന്താ ലതാൻറ്റിക്ക് കൊടുത്തത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ശ്ലോകം 37 ശ്ലോകം 37 വായിക്കണം മാതാജി. അർത്ഥം, വിവർത്തനം, ഭാവാർത്ഥം വായിക്കണം. ഉറക്ക വായിക്കണം. അദ്ദേഹത്തിന് കശ്ചിത് ഏതൊരുവൻ നിപുണതയാ ധാതു സൃഷ്ടികർത്താവിന്റെ അവൈദി അറിയാൻ കഴിയുന്നു ജന്തു ജീവാത്മാക്കൾ കുമനീഷ ആത്മജ്ഞാനത്താൽ ഊതി ഭഗവത് പ്രവർത്തനങ്ങൾ നാമി അദ്ദേഹത്തിന്റെ നാമങ്ങൾ രൂപാണു അദ്ദേഹത്തിന്റെ രൂപങ്ങൾ മനഃ വജോബി മാനസിക പ്രകൽപ്പനങ്ങളിലൂടെ അഥവാ പ്രഭാഷണത്തിലൂടെ സന്തന്വത പ്രദർശിപ്പിക്കുന്നു നടചര്യം നാടകീയ പ്രവർത്തനം ഇവ പോലെ അജ്ഞഃ ഭൂതന്മാർ വിവർത്തനം. ഒരു നാടക നടനെന്ന പോലെ വിനോദവിഹാരം നടത്തുന്ന ഭഗവാന്റെ നാമരൂപ ലീലാകർമ്മങ്ങളുടെ അതീന്ദ്രിയ
അല്പജ്ഞാനികളായ വിഡ്ഢികൾക്ക് ഗ്രഹിക്കാൻ സാധ്യമല്ല തന്നെ. അവർക്ക് അവിധ വസ്തുക്കളെ അവരുടേതായ മാനസിക പ്രകൽപ്പനങ്ങളിലൂടെയോ വാക്കുകളിലൂടെയോ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. ഭാവാർത്ഥം: നിരപേക്ഷ സത്യത്തിന്റെ അതീന്ദ്രിയ സ്വഭാവത്തെ ഉചിതമായി വ്യാഖ്യാനിക്കാൻ ആർക്കും സാധ്യമല്ല. ആകയാൽ മനസ്സിനും വാക്കിനും പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ അതീതനാണ് ഭഗവാൻ എന്ന് പറയപ്പെടുന്നു. എന്നിരിക്കെ അല്പജ്ഞാനികളായ ചില വ്യക്തികൾ അപൂർണമായ മാനസിക പ്രകൽപ്പനങ്ങളിലൂടെയും ഭഗവത് കർമ്മങ്ങളുടെയും തെറ്റായ വിവരണങ്ങളുടെയും നിരപേക്ഷ സത്യത്തെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരന് ഭഗവാന്റെ കർമ്മങ്ങളും നാമങ്ങളും രൂപങ്ങളും പരിസരങ്ങളും വ്യക്തിത്വ വിശേഷങ്ങളും ഭഗവത് ആവിർഭാവത്തിലൂടാണെന്ന്. അങ്ങനെ ഭഗവത് സംബന്ധമായ സർവ്വതും പരമ രഹസ്യമാണ്. കർമ്മഫലകാംക്ഷികളും പ്രായോഗിക ദാർശനികരെന്നും വിവിധ ഭൗതികവാദികളുണ്ട്. കർമ്മ ഫലകാംക്ഷികൾക്ക് നിരപേക്ഷ സത്യത്തെക്കുറിച്ചുള്ള യാതൊരു അറിവും പ്രായോഗികമായില്ല. എന്നാൽ പ്രായോഗിക ദാർശനികർ ഫലോദിഷ്ട കർമ്മങ്ങളിൽ നിരസഹായിക്കുന്ന ശേഷം നിരപേക്ഷ സത്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയും മാനസിക പ്രകൽപ്പന നിരപേക്ഷ സത്യത്തെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. കുട്ടികൾക്ക് ഇന്ദ്രജാലക്കാരൻ്റെ ഇന്ദ്രജാല പ്രകടനം വിസ്മൃതമെന്നുള്ളത് ഈ അഗ്രവ്യക്തികൾക്കും നിരപേക്ഷ സത്യത്തിന്റെ ഗുണമാണ്. ഫലോദിഷ്ടകർമ്മങ്ങളിലും മാനസിക പ്രകൽപ്പനങ്ങളിലും അതീവ സാമർഥ്യമുള്ള ഭക്തൻ പരമപുരുഷന്റെ ഇന്ദ്രജാല പ്രകടനത്താൽ കബളിപ്പിക്കപ്പെടുക സദാജ്ഞതയും അവിധ പരിമിതമായ ജ്ഞാനമുള്ളവരാകിയാൽ അതീന്ദ്രിയത്തിന്റെ നിബിഡതലങ്ങളിൽ പ്രവേശിക്കുവാൻ അവർ കഴിവില്ലാത്തവരായി തീരുന്നു. കർമ്മഫലകാംക്ഷികൾ അഥവാ സ്ഥൂല ഭൗതികവാദികളെക്കാൾ അല്പം മെച്ചപ്പെട്ട പദവിയിലാണ് മാനസിക ദാർശനികന്മാർ. കാരണം അവരും മായിക ശക്തിയുടെ അധീനതയാണെങ്കിൽ തന്നെയും നാമരൂപകർമ്മമുള്ള ഏതൊന്നിനെയും അവർ മായാശക്തിയുടെ ഉത്പന്നമായി കരുതുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പരമസത്ത നാമരഹിതനും രൂപരഹിതനും നിഷ്ക്രിയനുമാകുന്നു. അത്തരം മാനസിക പ്രകടനങ്ങൾ ലൗകിക നാമരൂപങ്ങളെ ഭഗവാന്റെ നാമരൂപങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നു. പരമാർത്ഥത്തിൽ അജ്ഞതയാൽ അഥവാ അവിദ്യയിലാണ് ഇവർക്ക് ഇപ്രകാരം ചെയ്യുന്നത്. പരമപുരുഷന്റെ യഥാർത്ഥ സ്വഭാവം അഭിവൃദ്ധി അത്തരം ശുഷ്കജ്ഞാനത്താൽ സാധ്യമല്ല. ഭഗവാൻ ഭൗതിക ലോകത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ തന്നെയും അദ്ദേഹം സദാ അതീന്ദ്രിയ പദവിയിലാണെന്ന് ഭഗവത്ഗീതയെ പ്രസ്താവിച്ചിരിക്കുന്നു. എന്നാൽ അജ്ഞനായ വ്യക്തികൾ ലോകത്തിലെ ശ്രേഷ്ഠ വ്യക്തികളിൽ ഒരാളായി ഭഗവാനെ കരുതുന്നു. അപ്രകാരം അവർ മായാശക്തിയാൽ വഴിതെറ്റിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഇവിടെ ഒരു നാടകം നടന്നെ പോലെ വിനോദ വിഹാരം നടത്തുന്നു ഭൗതിക ലോകത്തിൽ വന്നിട്ട്. പക്ഷെ നമുക്ക് സാധാരണ അല്പജ്ഞാനികൾ പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് പക്ഷെ ഭഗവാന്റെ ഈ അതീന്ദ്രിയ നാമരൂപലീല കർമ്മങ്ങൾ മനസ്സിലാവില്ല. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അത് ഗ്രഹിക്കാൻ സാധിക്കില്ല. അവർക്ക് അവിധ വസ്തുക്കളുടെ അവരുടേതായ മാനസിക പ്രകൽപ്പനകളുടെയോ വാക്കുകളുടെയോ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. അപ്പം നമുക്ക് ഭഗവാന്റെ ഈ ലീലകൾ കർമ്മങ്ങളൊന്നും നമ്മുടെ മാനസികമായിട്ടുള്ള ഊഹാപോഹങ്ങൾ കൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഭഗവാനെ അറിയില്ല. ഭഗവാനെ അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭക്തിയുടെ മാത്രമേ അറിയുള്ളൂ അല്ലേ? പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന എന്ന് പറയാം. പ്രേമം കൊണ്ട് എഴുതിയ പ്രേമം കൊണ്ടുള്ള അഞ്ജനം കൊണ്ട് എഴുതിയ കണ്ണിലൂടെ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് എല്ലാ അറിവുള്ളവർക്ക് ഭഗവാൻ അറിയും. ചിലപ്പോൾ വെറും ചാണകം തേക്കുന്ന അമ്മമാർക്ക് ഭഗവാൻ അറിയാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രേമം ഉണ്ടാകുമ്പോൾ അറിയാൻ പറ്റും ഭഗവാൻ. അതാണ് നമ്മൾ ജ്ഞാന കണ്ണുകൊണ്ടല്ല കാണുക. ഭഗവാനെ പ്രേമ കണ്ണുകൊണ്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഭക്തരല്ല ഒന്നും പറയാൻ പറ്റില്ല. അവർക്കും ഭഗവാൻ നമ്മൾ എന്താണ് ബന്ധം, എങ്ങനെയാണ് അവർ ഭഗവാനെ മനസ്സിലാക്കുന്നത്, അത് അവർക്കും കൃഷ്ണനും മാത്രമേ അറിയുള്ളൂ. പുറത്തുനിന്ന് നമുക്ക് ഒന്നും തന്നെ അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മളെല്ലാവരും ഭഗവാന്റെ അംശം നമുക്ക് എല്ലാവർക്കും ഇത് എന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവുകയും ചെയ്യും. ഉറപ്പാണ്. ഈ സ്നേഹം ഉണ്ടാവും. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് തനിയെ സ്നേഹം വരാൻ തുടങ്ങും. ഭഗവാൻ സ്നേഹം വരുമ്പോൾ ആ വ്യക്തി എല്ലാം പ്രകടിപ്പിക്കും അല്ലേ? ഒരു ലവറിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന പോലെ ഒരു മനുഷ്യൻ നമുക്കൊരു ലവർ ഉണ്ട് വ്യക്തി, അയാളുടെ മുമ്പിൽ എല്ലാം തുറന്നു പറയുന്ന പോലെ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിനോടൊക്കെ പറയുമോ അല്ലേ? ഓഫീസിൽ നമുക്കൊരു വ്യക്തി ഒരു സ്ഥാപനത്തിൻ്റെ MD ഉണ്ട് വയ്ക്കുക. അദ്ദേഹത്തിന് അല്ലേ ഒരുപാട് ഓഫീസ് സ്റ്റാഫുകൾ, മാനേജർമാർ, ക്ലർക്കുമാർ, പ്യൂണുമാരൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്.
അല്ലേ? ബന്ധമുണ്ട്, അവരായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരോടൊന്നും അദ്ദേഹം പറയില്ല. അദ്ദേഹം ആരോടെ പറയാം? അദ്ദേഹത്തിനെ പ്രേമിക്കുന്ന ഒരു ലവറിന്റെ വ്യക്തി. അവർ തമ്മിൽ പേഴ്സണലി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും, അല്ലേ? അത് മനസ്സിലായി. അതുപോലെ തന്നെ ഭഗവാൻ ഒരുപാട് ജോലിക്കാരുണ്ട്, ഭഗവാന്റെ അസിസ്റ്റന്റുകളൊക്കെ ഉണ്ട്. ഇവിടെ ദേവന്മാരുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, ഒക്കെ ഭഗവാന്റെ അസിസ്റ്റന്റുകളാണ്, ജോലിക്കാരാണ്. പക്ഷേ ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് എല്ലാവർക്കും അറിയില്ല. നമ്മൾ വിചാരിക്കൊക്കെ അറിയുന്നു. പക്ഷേ ഭഗവാനെ പ്രേമിക്കുന്നവർക്ക് ഭഗവാൻ എല്ലാം സ്വയം വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ഭഗവാനെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ടുള്ള ഊഹാഭോഹങ്ങൾ കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഒന്നും ഭഗവാൻ അറിയാൻ പറ്റില്ല എന്നതിൽ പറയുന്നത്. ആർക്കും ഉചിതമായിട്ട് അദ്ദേഹത്തിനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നു. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ നമുക്ക് ഭഗവാനെ കുറിച്ച് പ്രകടിപ്പിക്കാനും കഴിയില്ല. അപ്പോൾ പക്ഷെ ഇങ്ങനെയുള്ള ഭഗവാനെ അല്പജ്ഞാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നു? അപൂർണമായ മാനസിക പ്രകല്പനങ്ങളുടെ, മാനസികമായിട്ട് ചിന്തിച്ച് അപൂർണമായിട്ട് അവര് അല്ലെങ്കിൽ ഭൗതിക കർമ്മങ്ങളെ തെറ്റായിട്ട് വിവരിച്ചിട്ട് പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞത്. അതായത് അവരുടെ ചെറിയ മനസ്സുകൊണ്ട്, അറിവില്ലായ്മ കൊണ്ടും തെറ്റായിട്ടുള്ള ഭഗവാന്റെ കർമ്മങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടും അവര് ഭഗവാന്റെ പ്രവർത്തനങ്ങളെ പറയുന്നു. പക്ഷെ സത്യത്തിൽ അങ്ങനെയൊന്നും ശരിക്കും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സാധാരണക്കാർക്ക് ഭഗവാന്റെ കുറേ കാര്യങ്ങൾ പ്രകടമേ അല്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? ഭഗവാന്റെ കർമ്മങ്ങൾ, ഭഗവാന്റെ നാമം, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ പരിച്ഛേദങ്ങൾ, ഭഗവാന്റെ വ്യക്തിത്വം, ഭഗവാന്റെ ആവിർഭാവ തിരോധാനം, വരവും പോക്കും, ഇതൊന്നും തന്നെ ഭഗവത് സംബന്ധമായതൊക്കെയും സാധാരണക്കാർക്ക് രഹസ്യമാണ്, ഒന്നും മനസ്സിലാവില്ല, നിഗൂഢമാണെന്ന് പറയുന്നത്. ഈ നിഗൂഢമായ കാര്യം നമുക്ക് പരസ്യമാവുക എപ്പോഴാണ്? നമ്മൾ അദ്ദേഹത്തെ പ്രേമിക്കാൻ തുടങ്ങുന്നു. ഭഗവാനെ സ്നേഹിച്ച് പ്രേമിച്ച് അദ്ദേഹത്തിന് വേണ്ടി സേവനം ചെയ്ത് നാമം ജപിച്ച് അദ്ദേഹത്തോട് അടുത്ത് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാം നമുക്ക് വെളിപ്പെടാൻ തുടങ്ങും. അതുവരെ നമുക്കൊന്നും അറിയില്ല, അദ്ദേഹത്തിൻ്റെ കർമ്മം എന്താണെന്ന് മനസ്സിലാവില്ല. അദ്ദേഹത്തെ യുദ്ധം ചെയ്യാൻ പറയണം, ചിലവരോട് പ്രേമലീല കാണിക്കുന്നു, ചിലവരുടെ രാസഡാൻസ് കാണിക്കണം, ചിലവരുടെ യജ്ഞം വന്ന് ചെയ്യണം, അല്ലേ? 16,200 രൂപ എടുക്കണം. അവിടെ പല വിധത്തിലാണ് ഭഗവാൻ പെരുമാറുന്നത്. നമുക്കിതൊന്നും അദ്ദേഹത്തിൻ്റെ കർമ്മം എന്താണെന്ന് മനസ്സിലാവില്ല, അല്ലേ? പിന്നെ അദ്ദേഹത്തിൻ്റെ നാമം, വിവിധ നാമങ്ങളുടെ അദ്ദേഹത്തിൻ്റെ, അതിൻ്റെ പൊരുളുകളും നമുക്കറിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ രൂപം വിസ്തീർണമായിട്ട് 4 കൈ എടുക്കണു, വിശ്വരൂപം എടുക്കണം, 2 കൈയുള്ള മനോഹര രൂപമായിട്ട് നിൽക്കുന്നു. ഇത് ഏതാ യഥാർത്ഥത്തിൽ ഭഗവാൻ? നമുക്ക് അതും അറിയില്ല, അല്ലേ? വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അറിയില്ല. അദ്ദേഹം വരുന്നുണ്ട് പോണുണ്ട്, അല്ലേ? ഇവിടെ അവതരിക്കുന്നില്ല, അദ്ദേഹം പല രൂപത്തിൽ വന്ന് അവതരിക്കണു, തിരിച്ച് അദ്ദേഹം പോണു, അദ്ദേഹം മരിച്ചു എന്ന് ആൾക്കാർ പറയും. ഭഗവാൻ ഒരു വേടൻ അമ്പ ചെയ്ത് കൊന്നു. ഇതൊക്കെ നമുക്ക് സാധാരണ കർമ്മികൾക്ക് ഭഗവാന്റെ കർമ്മം മനസ്സിലാവില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണേ. ഭഗവാൻ മരണമില്ല, ജനനമില്ല, അജനാണ്, അജ നിത്യൻ ശാശ്വതൻ. നമ്മൾ പോലും അങ്ങനെയാണ്. ജീവാത്മാ പോലും അജനും നിത്യനും ശാശ്വതനാണ്. അജൻ പറഞ്ഞ ജനനമില്ലാത്തവൻ, നിത്യൻ പറഞ്ഞ എന്നുമുള്ളവൻ, ശാശ്വതൻ പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഭഗവാന്റെ കാര്യം എന്താണ്? ഭഗവാൻ അങ്ങനെയാണ്. അദ്ദേഹം എങ്ങനെ മരിക്കുന്നു, അദ്ദേഹം എങ്ങനെ ജനിക്കണോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല, അല്ലേ? നമ്മൾ പറയും ദേ ഭഗവാൻ ജനിച്ചു ദേവകിയുടെ മകനായിട്ട്, ദേ ഭഗവാൻ അമ്പ് കൊണ്ട് മരിച്ചു എന്ന് പറയും. ഭഗവാൻ ജനനവും മരണവും ലഭിക്കണമെങ്കിൽ അദ്ദേഹം മരിക്കും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ലീലകളാണ്. അദ്ദേഹം പലവിധ ലീലകൾ ചെയ്യും, പലവിധ ഭക്തന്മാർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യും. അത് ഭക്തന്മാർക്ക് മാത്രമേ ആ രീതിയിൽ മനസ്സിലാവുള്ളൂ. അല്ലാത്തവർ ആ രീതിയിലല്ല എടുക്കുക. ദേ ഭഗവാൻ കർമ്മത്തിൻ്റെ റിസൾട്ട് അനുഭവിക്കണമെന്നൊക്കെ പറയും നമ്മൾ. ഭഗവാന് കർമ്മഫലം ഉണ്ട്, ഭഗവാന്റെ ആരുടെ ശാപം അനുഭവിച്ചു? യദുകുലം മുഴുവൻ നശിച്ചു, അല്ലേ? ആരുടെ? കുന്തിയല്ല, ആരാണ്? ഗാന്ധാരി ദേവിയുടെ ശാപം അനുഭവിച്ചു പറയും. ഭഗവാൻ പൂർണ്ണ സ്വതന്ത്രനാണ്, പൂർണ്ണ അഭിജ്ഞസ്വരാണ്. അദ്ദേഹത്തിന് ഒരാളുടെ ശാപമൊന്നും കിട്ടില്ല. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം പക്ഷെ അതൊക്കെ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭക്തിയോടുള്ള ദയ, അല്ലെ? ആ ഗാന്ധാരി വന്ന ഭക്ത ഒരുപാട് അനുഭവിച്ചു. അവരോട് ദയ കാണിക്കാനായിട്ട് ഇങ്ങനെ അവരെ കാണിക്കാനും ലോകത്തിന് കാണിക്കാനും ചെയ്തൊരു സംഭവമാണ്. സത്യത്തിൽ അതല്ല യദുകുലത്തിന്റെ നാശത്തിന്റെ കാരണം. ഇവർക്ക് 1000 വർഷം കഴിഞ്ഞ് തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് എല്ലാവർക്കും പോകണം. അതിന് ഇങ്ങനെ ഒരു കാരണം ഉണ്ടാക്കണമാണ് ഭഗവാൻ. അദ്ദേഹത്തിന് അവർക്ക് നാശം, യദുകുലത്തിൽ ഒരാളെ നശിപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഭഗവാന്റെ വിസ്തരണങ്ങളാണ് പലതും അതില്. യദുകുലത്തിൽ അനിരുദ്ധൻ, പ്രദ്യുമ്നൻ ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ യദുകുലത്തിൽ ഭഗവാന്റെ 1 ലക്ഷത്തിൽ പരം, അതിൽ കൂടുതൽ കോടിക്കണക്കിന് യദുകുലവാസികളുണ്ട്. അവരെ മുഴുവൻ തിരിച്ച് ഭഗവാന് ഇവര് ലീലയ്ക്കായിട്ട് ഇവിടെ വന്നാണ്. അവർക്ക് തിരിച്ചു പോകണ്ടേ? ആ തിരിച്ചു പോകാനായിട്ട് അപ്പം എന്ത് ചെയ്തു? ഗാന്ധാരി അമ്മയ്ക്ക് എന്തായാലും ഒരു മനസ്സിലൊരു വിഷമമുണ്ട്. ആ വിഷമം അങ്ങോട്ട് മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ചെയ്യുന്ന അതീന്ദ്രിയ ലീലകളാണ് ഇതെല്ലാം. അല്ലാണ്ട് ഭഗവാൻ ശാപം ഏൽക്കില്ല. അങ്ങനെ മനസ്സിലാക്കാൻ ഭക്തന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. അതാണ് പറയണത്. ഇവിടെ പറയാൻ കാരണം നമ്മൾ പറയും എന്തിനാ പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ഭഗവാൻ ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അതാണ് മനസ്സിലാവില്ല പറയണ കാരണം. അല്ലെങ്കിൽ നമ്മൾ ഭഗവാൻ മരിച്ചു എന്ന് പറയും ആരെങ്കിലും. ഇപ്പോഴും ആളുകൾ പറഞ്ഞ വേടൻ്റെ അമ്പ ചെയ്തിട്ട് കൃഷ്ണൻ മരിച്ചു പോയി എന്നാണ് പറയണത്. കൃഷ്ണൻ ഒരു ശ്രേഷ്ഠ മനുഷ്യനാണെന്നൊക്കെ പറയുന്നത്. പറയാൻ കാരണം നമുക്ക് ഭക്തി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഭക്തി വർദ്ധിക്കുന്തോറും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്തോറും
പറയും കൃഷ്ണൻ ആരാണ്, അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ ജനിക്കുന്നത്, എങ്ങനെയാണ് പോണത്, എന്താ ഇതൊക്കെ ചെയ്യാൻ കാരണം എന്ന് നമുക്ക് സ്വയമേവ വെളിപ്പെടും. അപ്പം നമുക്ക് ഈ വക കമൻസ് ഒന്നും നമ്മൾ ഭഗവാനെ കുറിച്ച് പറയില്ലേ, ഭഗവാൻ രാസലീല നടത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവും. ഒറിജിനൽ ഭക്തർക്ക് മനസ്സിലാവും എന്താണ് രാസലീല. ജീവാത്മാവ് പരമാത്മാവ് തമ്മിലുള്ള സംഘമാണത്. ജീവാത്മാക്കൾ കൊതിക്കുന്ന പരമാത്മാവായിട്ട് ഒത്തുചേരാനായിട്ട് ആ കൊതിക്കുന്ന ജീവാത്മാക്കളോടൊപ്പം ആ ഒത്തുചേരാണ് ഭഗവാൻ. എന്താണ്, എത്ര ജീവാത്മാവുണ്ട് അത്രയും പേരായിട്ട് വികസിച്ചിട്ട് ഭഗവാൻ അവരെ സന്തോഷിപ്പിക്കുന്നതാണ് രാസലീല. ഒരു മനുഷ്യർക്ക് ഇത് സാധിക്കുമോ? എന്നിട്ട് മനുഷ്യർ പറയും എന്താണ് കുറേ പെണ്ണുങ്ങളുടെ കൂടെ ഭഗവാൻ ഡാൻസ് ചെയ്യണം. കാരണം ഇത് ഭഗവാനെ അറിയണില്ല, അതുകൊണ്ടാണ്. അപ്പം സാധാരണക്കാർക്ക് എന്തറിയില്ല, ഭഗവാന്റെ ജനനം അറിയില്ല, കർമ്മ അറിയില്ല, അല്ലേ, പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണെന്ന് അറിയില്ല, പിന്നെ തിരിച്ചു പോണ കാര്യം അറിയില്ല. അതൊക്കെ നിഗൂഢമാണ്. പക്ഷെ അറിയണവരുണ്ടെന്ന് പറഞ്ഞു. അറിയണവരാണെന്ത്, പ്രേമം കൊണ്ടുള്ള അല്ലേ കണ്ണെഴുതിയിട്ട് അതിലൂടെ ഭഗവാനെ ദർശിക്കുന്നവർക്ക് ഭഗവാന്റെ എല്ലാ ലീലയും ഭഗവാൻ തന്നെ കാണിച്ച് മനസ്സിലാക്കി തരും. മനസ്സിലായോ? അതാണ് അവിടെ പറഞ്ഞത്. അല്ലാത്തവർക്ക് ഭഗവാൻ എന്ത് ചെയ്യുക, അഭക്തർക്ക് ഭഗവാൻ ഒരു കബളിപ്പിച്ചിട്ട് ഒക്കെ കൂടി അതൊരു കൺഫ്യൂഷനായിട്ട് അവർ അജ്ഞതയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പറയണത്. ഇനി 2 തരം ഭൗതികവാദികളെ കുറിച്ച് പറയണ്ടേ. കർമ്മഫലകാംക്ഷികൾ, പ്രായോഗിക ദാർശനികർ. 2 പേരാണ് ഉപയോഗിച്ചത്. കർമ്മഫലകാംക്ഷികൾ പറഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെയ്തു, അതിൻ്റെ റിസൾട്ട് ആഗ്രഹിച്ച് പിന്നെയും വർക്ക് ചെയ്തു, റിസൾട്ട് ആഗ്രഹിച്ച് അങ്ങനെ വർക്ക് ചെയ്ത് റിസൾട്ട് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് കർമ്മഫലകാംക്ഷികൾ എന്ന് പറയുന്നത്. പിന്നെ പ്രായോഗിക ദാർശനികർ പറഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് ഉയർന്നവരാണ്. അവർക്ക് ഈ കർമ്മഫലത്തിലൊന്നും താല്പര്യമില്ല, പക്ഷെ എന്നാൽ ഉയർന്ന അതീന്ദ്രിയ രീതിയിൽ എത്തിയിട്ടുമില്ല. മിഡിലുള്ള പാർട്ടികളാണ് പ്രായോഗിക ദാർശനികർ വന്നത്. ദാർശനികർ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഭൗതികമാണ് എന്ന് മനസ്സിലാക്കി, ഭൗതികമാണ് മനസ്സിലാക്കിയിട്ട് ഈശ്വരന് പോലും രൂപമില്ല, കർമ്മമില്ല, നിഷ്ക്രിയനാണെന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അതാണ് പ്രായോഗിക ദാർശനികം എന്ന് പറയുന്നത്. പക്ഷെ അവർ ഭൗതിക കർമ്മഫലകാംക്ഷികളേക്കാളും കുറച്ച് ഉയർന്ന ആളുകളാണ്, പക്ഷെ ശരിയായ ലെവലിൽ എത്തിയിട്ടുമില്ല എന്നാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞത്. സ്ഥൂല ഭൗതികവാദികളെക്കാളും അല്പം മെച്ചപ്പെട്ട ആൾക്കാരാണ് മാനസിക ദാർശനികന്മാർ. ഹരേ കൃഷ്ണ. കാരണം അവർക്ക് ഇതൊക്കെ മായയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നൊക്കെ പറയുന്നത്. ജഗത്ത് മിഥ്യയാണെന്ന് കരുതുന്നു. പക്ഷെ ജഗത്ത് മിഥ്യയല്ല, താൽക്കാലികമാണെന്നാണ് നമുക്ക് പ്രഭുപാദ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത് ജഗത്ത് മിഥ്യ എന്നല്ല പറഞ്ഞു തന്നിരിക്കുന്നത്, താൽക്കാലികമാണ്. പക്ഷെ ബ്രഹ്മസത്യം എന്ന് പറയുന്നത് ജഗത് മിഥ്യവും ജഗത്തിന്റെ മുഴുവൻ മിഥ്യയായി കരുതണമാണ്. ആ ദാർശനികർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈശ്വരനും രൂപമില്ല, രൂപമുള്ളതൊക്കെ ഭൗതികമായതുകൊണ്ട് ഭഗവാൻ ഭൗതികമല്ലല്ലോ. അപ്പൊ അവർ വിചാരിക്കുന്നത് ഭഗവാന് രൂപമില്ല, ഭഗവാൻ നിഷ്ക്രിയനാണ്, നിർഗുണനാണ്. കാരണം ഗുണം വന്നാൽ അപ്പൊ ഭൗതികമാണെന്ന് കരുതും. ഗുണം വെച്ചാൽ അവർക്ക് അറിയണം ഒരേ ഗുണം, 3 ഗുണമാണ്. എന്ത്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. കുട്ടികൾക്ക് ബോറടിക്കണ്ട കേൾക്കുമ്പോൾ. സത്വഗുണം എന്ന് പറഞ്ഞാൽ പുതിയതായി കേൾക്കുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് വിചാരിക്കും. സത്വഗുണം എന്ന് പറയുന്നത് നമുക്ക് ക്ഷമ, സമാധാനം, സാത്വികമായ ഫുഡ് ഒക്കെ ഒരുപാട് എന്താ ഈശ്വരഭക്തി ഇതൊക്കെ ഉള്ളവരാണ് ഈ സത്വഗുണത്തിലുള്ളവരെന്ന് പറയുന്നത്. രജോ ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ട് ഇങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അത് മാത്രം ചെയ്യുന്നവർ രജോ ഗുണത്തിലുള്ളവർ. തമോ ഗുണത്തിലുള്ളവർക്ക് രജോ ഗുണത്തിൻ്റെ അത്രയും പോലെ പ്രവർത്തിക്കാനും ഇഷ്ടമല്ല, മടിയന്മാരാണ്. തമോ ഗുണം പറഞ്ഞാൽ ഉറങ്ങുക, അല്ലേ, പഴയ ഭക്ഷണമൊക്കെ കഴിക്കുക, എത്രയോ തലേദിവസത്തെ സാമ്പാറൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ അല്ലേ. അതായത് ഒരുപാട് മണിക്കൂർ ഉറങ്ങുക, അലസത, അറിവില്ലായ്മ, ഇതൊക്കെ വരുന്ന തമോ ഗുണത്തിൽപ്പെട്ടത്. അപ്പം ഈ 3 ഗുണം ഉള്ള ആൾക്കാരാണ് നമ്മുടെ ഭൗതിക ലോകത്തുള്ളത്. ഒന്ന് സത്വഗുണത്തിലുള്ളവരാണ്. സത്വഗുണത്തിലുള്ളവർക്കാണുള്ള സ്വഭാവം നമ്മൾ പറഞ്ഞു അല്ലേ. അവർക്ക് വളരെ സമാധാന പ്രിയരാണ്, സന്തോഷമുണ്ട്, ദൈവിക ഭക്തി ഉള്ളവരാണ്. അതിന് ഒരുപാട് നമുക്ക് ഭഗവത്ഗീതയിൽ അവരുടെ ഗുണങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ. അവർ കുടിക്കുക വലിക്കുകയൊന്നുമില്ല സത്വഗുണത്തിലുള്ളവർ. പിന്നെ എന്താണ്, എരിവ് പുളിയൊക്കെ അധികം ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കില്ല, മത്സ്യമാംസ ഭക്ഷണം കഴിക്കില്ല അല്ലേ. അധികം ഒരുപാട് ഉറങ്ങില്ല, ഒരുപാട് ഉറങ്ങാതിരിക്കില്ല. എന്നുവെച്ചാൽ ആവശ്യത്തിന് ഉറങ്ങും. തീരെ ഫുൾ ടൈം ഉറങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭ്രാന്താവും. അപ്പോൾ അവരുടെ സത്വഗുണം പോയിപ്പോ. പിന്നെ ഫുൾ ടൈം ഉറങ്ങിയാലോ അത് തമോഗുണത്തിലാവും. വേണ്ട പോലെ ഉറങ്ങുക, വേണ്ട പോലെ ആഹാരം കഴിക്കുക അല്ലേ, എല്ലാ വേണ്ടുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുക. അതാണ് സത്വഗുണത്തിലുള്ളവർ. മിതമായ എല്ലാത്തിലും ഏർപ്പെടുവർ. രജോ ഗുണത്തിലുള്ളവർ അങ്ങനെയല്ല. ഈ ലോകത്തിന് അല്ലേ എല്ലാം നമ്മുടെ അധീനതയിലാവണം എന്നുള്ള വിചാരിച്ചുള്ള പ്രവർത്തനമാണ്. 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് രജോ ഗുണം. തമോ ഗുണത്തിലുള്ളവർ, രജോ ഗുണമാണ് പിന്നെയും ബെറ്റർ. തമോ ഗുണത്തിലുള്ളവർ പ്രവർത്തിക്കുകയില്ല, മടി, അലസത, ഉറക്കം അല്ലേ, മദ്യപാനം, പിന്നെ മയക്കുമരുന്നൊക്കെ പോലെ അതൊക്കെ തമോ ഗുണത്തിലുള്ളവരാണ്. മത്സ്യമാംസം അധികം കഴിക്കുന്നവർ, മദ്യത്തിന് അടിമപ്പെടുന്നവർ, കഞ്ചാവ് അങ്ങനെയുള്ളതിൽ പെടുന്നവർ, ഇവർ മുഴുവൻ തമോ ഗുണത്തിലുള്ളവരാണ്. അപ്പോൾ ഈ 3 ഗുണമാണ് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവർ വിചാരിക്കുന്നത്
ഈ 3 ഗുണം ഭൗതികമാണ്. അതുകൊണ്ട് ഭഗവാൻ ഭൗതികമല്ലാത്തതുകൊണ്ട് ഭഗവാന് ഗുണമില്ല. ഭഗവാൻ നിർഗുണൻ, നിരാകാരൻ. പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദാർശനികർ എന്താ പറയുന്നത്? ഭഗവാൻ നിരാകാരനാണ്. കാരണം ഈ രൂപമല്ലല്ലോ ഭഗവാന്റെ. നിരാകാരൻ, നിർഗുണൻ, അങ്ങനെ അവർ പറയാൻ കാരണം അതുകൊണ്ടാണ്. പക്ഷെ അത് അവരുടെ ഭാഗിക ജ്ഞാനമാണ്. ഒറിജിനൽ ഭഗവാന് ഭൗതിക രൂപമില്ലെങ്കിൽ ആധ്യാത്മിക രൂപമുണ്ട്. അതാണ് കൂടുതൽ മെച്ചപ്പെട്ട ജ്ഞാനം. അപ്പോൾ ഇവർ ഭൗതികവാദികളെക്കാളും മെച്ചപ്പെട്ടതാണെങ്കിലും ഒറിജിനലായിട്ട് അറിയണമെങ്കിൽ ഭഗവാന് സത്യമാണ്. ഈ 3 ഗുണങ്ങൾ ഭഗവാനില്ല. പക്ഷെ ഭഗവാന് ശുദ്ധ വാസുദേവ സത്വത്തിലുള്ള ഗുണമുണ്ട്. അതാണ് ശുദ്ധ സത്വം, വാസുദേവ സത്വം എന്നുള്ള ഗുണം. അതാണ് വിഷ്ണുവിനുള്ളത്. പിന്നെ അദ്ദേഹത്തിന് രൂപമുണ്ട്. പക്ഷെ നമ്മുടെ പഞ്ചഭൂതങ്ങൾ, ആകാശം, ഭൂമി, മണ്ണ്, അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വായു, അഗ്നി, ഈ 5 എണ്ണം കൊണ്ടുള്ള ശരീരമല്ല അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ ശരീരം എന്താണ്? സത്ത് ചിത്ത ആനന്ദം. നമ്മുടെ അങ്ങനെയാണ്. നമുക്കിപ്പോൾ നമ്മൾ ഇതിൽ ബന്ധിക്കപ്പെട്ടുകൊണ്ടാണ് ഈ 5 പേര്, അതുകൊണ്ടാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മളും ഭഗവാനും സത്ത് ചിത്ത ആനന്ദം. സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശാശ്വതമായിട്ടുള്ള ശരീരമാണ് നമ്മുടെ. ചിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ അറിവുള്ളത്, പൂർണ്ണ ജ്ഞാനത്താൽ തിളങ്ങുന്നതാണ് നമ്മുടെ ശരീരം. പിന്നെയോ ആനന്ദമുള്ളതാണ്. കാരണം അതിലെന്താണ്? മരണം, ജനനവും വാർദ്ധക്യവും രോഗവും ഇല്ലാത്ത ശരീരമാണത്. അപ്പോൾ ആനന്ദമല്ലേ ഉണ്ടാവുക? സദാ ആനന്ദം. എപ്പോഴും ഡാൻസ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഗോലോകത്തിലൊക്കെ. വൈകുണ്ഠത്തിലൊക്കെ നമ്മളെപ്പോഴും ഡാൻസ് ചെയ്ത് പാട്ട് പാടി എപ്പോഴും 14 വയസ്സ് 13 വയസ്സുള്ള പ്രായക്കാരാണ് എല്ലാവരും, പുരുഷന്മാരും സ്ത്രീകളും. അപ്പോൾ അങ്ങനത്തെ ശരീരമാണ് നമ്മളെല്ലാവരുടെയും. ഇപ്പം നമുക്ക് പ്രായം വയ്ക്കും, മരിക്കും, രോഗം വരും. അപ്പോൾ ഭഗവാന്റെ ആ ശരീരമാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടുത്തെ ഇതുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ പറയാണ് നിർഗുണൻ, നിരാകാരൻ. പക്ഷെ ഭഗവാന് രൂപമുണ്ട്. എന്താണ് രൂപം പറഞ്ഞാൽ? സത് ചിത് ആനന്ദ. ഈ പേരൊക്കെ നമ്മൾ മറക്കുന്നാലും ഓർക്കുക. സത് ചിത് ആനന്ദ വിഗ്രഹ അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ഗുണം എന്താണ്? ത്രിഗുണങ്ങളില്ല. വാസുദേവ സത്വം, ശുദ്ധ സത്വം. പിന്നെന്താ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രൂപം പറഞ്ഞു നിഷ്ക്രിയനല്ല അദ്ദേഹം. ഭൗതികമായിട്ട് അദ്ദേഹം നിഷ്ക്രിയനാണ്. ഭൗതികമായ ഒരു കർമ്മവും അദ്ദേഹത്തിനില്ല. പക്ഷെ ആധ്യാത്മിക കർമ്മം അദ്ദേഹത്തിന് എന്താ ഉള്ളത്? ഓടക്കോൽ വെച്ച് ആനന്ദിക്കലാണ്. എല്ലാ ഭക്തന്മാരെ ആനന്ദിപ്പിച്ച് തന്നോട് അടുപ്പിക്കലാണ് കർമ്മം അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹത്തിന് എന്താണ്? ആധ്യാത്മിക കർമ്മങ്ങളാണ് ഉള്ളത്. നിഷ്ക്രിയനാണെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഇവിടെ ശരിയാണ് ആ പറഞ്ഞത്. ഭൗതികമായിട്ട് അദ്ദേഹം നിഷ്ക്രിയനാണ്. ആധ്യാത്മികമായിട്ട് അദ്ദേഹം സദാ ക്രിയാത്മകമാണ്. എപ്പോഴും ഗോപകുമാരനോടൊപ്പം കളിച്ചും അല്ലേ? എങ്ങനെയൊക്കെ അവർ കളിക്കാം? അവർ പല വിധത്തിൽ പന്ത് കൊണ്ട് കളിക്കും, നീന്തി കളിക്കും അല്ലേ? പല രീതിയിലുള്ള കളികളാണ് ഗോപന്മാരോടൊത്ത് അവർ കളിക്കുക. അപ്പോൾ അദ്ദേഹം നിഷ്ക്രിയനാണ് എങ്ങനെ പറയാം? പക്ഷെ ഭൗതികമായിട്ട് നിഷ്ക്രിയനാണ്. ആധ്യാത്മികമായിട്ട് അദ്ദേഹം ഭയങ്കര ക്രിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഭഗവാനും അവരോട് വടം വലിച്ച് കളിക്കും. തോറ്റു കഴിഞ്ഞാൽ ഭഗവാന്റെ പക്ഷം അവരുടെ പക്ഷത്തിന് തലയിലേറ്റി നടക്കും, ഇവരുടെ പക്ഷം അവരുടെ പക്ഷത്തിന് തലയിലേറ്റി നടക്കും. പിന്നെ ഗോപിമാരത്ത് കർമ്മങ്ങളുണ്ട് ഭഗവാന്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഗോപിമാരൊത്ത്, പിന്നെ ഭാര്യമാരോടൊത്ത്, സുഹൃത്തുക്കളോടൊത്ത്, അച്ഛനമ്മമാരോടുള്ള കർമ്മം വേറെ ഉണ്ട്. എങ്ങനെ? ആധ്യാത്മിക കർമ്മങ്ങൾ അല്ലേ? അപ്പോൾ ഇവർ ഭൗതികമായിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറയുന്നത്. ആരാണ്? ദാർശനിക അഭ്യൂഹം, മായാവാദ തത്വജ്ഞാനത്തിൽ പറയണതാണ് ഇത്. എന്താണ്? ഭഗവാന് രൂപമില്ല, ഭഗവാൻ എന്താണ്? നിഷ്ക്രിയനാണ്, ഭഗവാൻ നിർഗുണനാണ് എന്നൊക്കെ പറയണ്ടേ. പക്ഷേ അത് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള ഈ സംഭവങ്ങളില്ല. ആധ്യാത്മികമായിട്ട് എല്ലാം നമുക്കുണ്ട്. പക്ഷെ അവർ രൂപമില്ല എന്ന് പറഞ്ഞു. ഇനി എന്താ പറയാനുള്ളതിൽ? ഇതും ഇവർ പറയാൻ കാരണം അവരുടെ അജ്ഞത കൊണ്ടാണ്, അവിദ്യ കൊണ്ടാണ്. യഥാർത്ഥ വിദ്യ നമുക്കുണ്ടാവണം. എന്ത് വേണം? അവിദ്യയിൽ നിന്ന് നമുക്ക് ഉയരണമെങ്കിൽ എന്താ വേണ്ടത്? ഇവിടെ ഒരു ഒരു കീർത്തനുണ്ട് ഗുരുപൂജയിൽ അല്ലേ? ചക്ഷുദാൻ ദില്ലോ ജയ് ജന്മേ ജന്മേ പ്രഭു സേ ദിവ്യജ്ഞാൻ ഹൃദയ പ്രകാശിതോ എന്നുള്ള വരെയുണ്ടല്ലോ. ഗുരുവിൽ സറണ്ടർ ആകുമ്പോൾ ഒരു യഥാർത്ഥ ഗുരുവിന് കിട്ടും. നമ്മുടെ അവിദ്യ ഇല്ലാണ്ടാവും. നമ്മുടെ അവിദ്യ ഇല്ലാണ്ടായിട്ട് നമുക്ക് പ്രേമഭക്തി ഉണരാൻ തുടങ്ങും. അവിദ്യ വിനാശ ജാനേതാ. അവിദ്യ എന്നുള്ള പ്രേമഭക്തി ജാഹ ഹോയ് അവിദ്യ വിനാശ ജാത്തെ വേദേഗായ് ജഹാര ചരിതോ. നമ്മൾ ഗുരുപൂജയിൽ പാടുന്നത് നമ്മുടെ അവിദ്യ. അവിടെ ഗുരുപൂജയിൽ അവിടെ ഒരു വരിയുണ്ട്. ആ ഗുരുപൂജയിൽ ആ വരിയിൽ പറയണതാണ് എന്താണ്? ഒരു ഗുരുവിനെ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ നമ്മുടെ അവിദ്യ ഇല്ലാണ്ടാക്കിയിട്ട് നമ്മുടെ യഥാർത്ഥ ജ്ഞാനം ഉണർത്തും. അങ്ങനെ ഉണരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഭഗവാനോട് പ്രേമം ഉണ്ടാവും. അപ്പോൾ ഈ ഉള്ളിലേക്ക് ഭഗവാന്റെ ആ നിഗൂഢ സത്യങ്ങളിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ നമുക്ക് ഭഗവാന്റെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒറിജിനൽ രൂപം ഇല്ലാത്തല്ല, ഒറിജിനൽ ഭഗവാന്റെ രൂപമുണ്ട്. അത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവും. അതാണ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ.
അദ്ദേഹം ഭൗതിക ലോകത്തിൽ വന്ന് പ്രവർത്തിക്കണം നമ്മളെ അട്രാക്ട് ചെയ്യാനാണ്. അദ്ദേഹത്തിന് ഇവിടെ ഒരു കർമ്മവും ഇല്ല. അദ്ദേഹത്തിന് എനിക്ക് അവിടെ ഒരു ലോകമുണ്ട് അല്ലേ, നിങ്ങളൊക്കെ അവിടെ വരൂ, ഇന്നതാണ് കാര്യങ്ങളെന്ന് കാണിച്ചു തരാൻ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് അവതരിച്ചിട്ട് പല പല ലീലകളും കാണിക്കാനാണ് കൃഷ്ണനൊക്കെ ഇവിടെ വന്നത്. അതുകൊണ്ടാണ് കൃഷ്ണനും കൃഷ്ണന്റെ ധാമങ്ങളും ഒക്കെ ഇവിടെ വന്ന് നമ്മളെ ഇവിടുന്ന് മതി ലതാൻറ്റി മതി, ഇത് ഭഗവാൻ പറയണം, മതി ഇവിടെ ഇരുന്നത് അല്ലേ, ഇവിടുന്ന് വേഗം എൻ്റെ അടുത്തേക്ക് വരാൻ നോക്ക്, എന്നിലേക്ക് ശ്രദ്ധിക്കൂ, എന്നെ അല്ലേ, എന്നെ മാത്രം ശ്രദ്ധിക്കൂ, മതി ഇവിടെ എത്ര കാലം അനുഭവിക്കണം അല്ലേ, എന്തൊക്കെ അനുഭവിക്കുന്നു, ശരീരക്ലേശങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ അല്ലേ, ബന്ധുക്കൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, മക്കൾ കൊണ്ട് പ്രശ്നം, ഭാര്യ കൊണ്ട് പ്രശ്നം, ഭർത്താവ് കൊണ്ട് പ്രശ്നം, മൊത്തം ആർക്കും പ്രശ്നമില്ല എന്ന് പറയരുത്. അത്യാവശ്യം എല്ലാവരെയും കൊണ്ട് നമ്മൾ പിന്നെ എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് എല്ലാവരും. സത്യത്തിൽ നമുക്ക് തൃപ്തിയില്ല. എന്താ കാരണം അറിയോ? തൃപ്തിയില്ലാത്ത ഏറ്റവും തൃപ്തി നമുക്ക് കിട്ടുന്ന സ്ഥലം ഇവിടെ എല്ലാവർക്കും, ഈ പുരുഷന്മാർക്കും ഏറ്റവും തൃപ്തി കിട്ടുക ഭഗവാന്റെ അടുത്താണ്. അവർക്ക് നമ്മളെ കൊണ്ട് ഒരു കാര്യമില്ല അവർക്ക് അല്ലേ, നമ്മളെ അവർ അഡ്ജസ്റ്റ് ചെയ്യാണ്. സത്യത്തിൽ നമ്മളെ അവർ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഭർത്താക്കന്മാർ, ഭാര്യമാർ ഭർത്താവിനെ അഡ്ജസ്റ്റ് ചെയ്യാണ് സത്യത്തിൽ അല്ലേ. എന്താണ് കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാണ്. കാരണം ഒറിജിനൽ സുഖം നമുക്ക് തരാൻ ആർക്കാ പറ്റുക? കൃഷ്ണനെ പറ്റുള്ളൂ അല്ലേ. അങ്ങോട്ട് പോയാലേ യഥാർത്ഥ സമാധാനം സന്തോഷം കിട്ടുള്ളൂ. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? ഇതൊക്കെ ഒരു നാടകമായിട്ട് മനസ്സിലാക്കിയിട്ട് അല്ലേ കൂടുതൽ ടൈം കൃഷ്ണന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, നാമം ജപിക്കുക, എല്ലാം ഭഗവാന് സമർപ്പിച്ച് ജീവിക്കുക അല്ലേ. ബാക്കിയൊക്കെ ചെയ്യണ്ടെന്നല്ല, ബാക്കിയെല്ലാം ചെയ്യണം. ഭഗവാൻ പോലെ എല്ലാം ചെയ്ത് കാണിച്ചില്ലേ. ഭഗവാൻ ഒരു കർമ്മമില്ലാത്ത പാർട്ടി ഇവിടെ വന്ന് എന്തൊക്കെ യജ്ഞങ്ങൾ ചെയ്ത് കാണിച്ചു തന്നു അല്ലേ. സുഹൃത്തിനെ എങ്ങനെ സ്വീകരിക്കുന്നത് കാണിച്ചു തന്നു അല്ലേ. ഭാര്യമാരെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുന്നത്, കുട്ടികളെ എങ്ങനെ നോക്കുക, ഒരു യുദ്ധം വരുമ്പോൾ എങ്ങനെ ഒരു ക്ഷത്രിയം ചെയ്യണം, എല്ലാം ഭഗവാൻ കാണിച്ചു തന്നിട്ടാണ് പോയത്. അതുകൊണ്ട് നമ്മളെല്ലാം ചെയ്യണം, അവിടെ ആക്ട് ചെയ്യണം, കടമകൾ നിർവഹിക്കണമെങ്കിലും ഇതൊക്കെ ഒരു നാടകമാണെന്ന് മനസ്സിലാക്കുവാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒറിജിനൽ ഇതൊന്നല്ല. ഒറിജിനൽ ഭഗവാന്റെ അടുത്താണ് മനസ്സിലാക്കിയിട്ട് ബുദ്ധിപൂർവ്വം കർമ്മം ചെയ്യുക. അതാണ് യോഗ കർമ്മസ് കൗശലം. നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ അങ്ങോട്ട് പെട്ടുപോയി ഇതാണ് എല്ലാം എന്ന് വിചാരിച്ച് കരച്ചിലങ്ങോട്ട് തുടങ്ങും. ഒരു വിഷമം വരുമ്പോൾ നമ്മുടെ ഒരു വീടിന് പ്രശ്നം വന്നു, ആകെ പ്രശ്നമായി എല്ലാവർക്കും. ഒരു വീട് പ്രശ്നം വന്നാൽ എന്താ പ്രശ്നം? ഈ വീട് നമ്മുടെ വീടല്ല, ഒറിജിനൽ വീട് ഗോലോകത്താണ്. ഗോലോകത്ത് എല്ലാവർക്കും സ്വന്തമായിട്ട് വീടുണ്ട്. ഇവിടുത്തെ വീട് താൽക്കാലികമാണ്. ഇവിടെ ഒരു വീടിന് പ്രശ്നം വന്നാൽ എല്ലാം പോയി. കമ്മലിടില്ല, ഇനി തലയിൽ ഒന്നും ഇടില്ല, പിന്നെ കുറി വരയ്ക്കില്ല, ആകെ മൂടോഫായി, ആകെ പ്രശ്നമാണ്. വീടൊക്കെ ആകെ പ്രശ്നത്തിലായി. എന്താ ഇവിടുത്തെ വീട് നമ്മുടെ സ്വന്തമാണോ? കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭൂകമ്പം പോകാനുള്ളതേ ഉള്ളൂ സത്യമായിട്ടും അല്ലേ. ഒന്നും തന്നെ ഇവിടുത്തെ സ്വന്തമല്ല എന്ന് വെച്ചതൊന്നും വേണ്ടെന്നല്ല പറയണത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇതൊക്കെ വേണം, ഇതൊക്കെ ഉപയോഗിക്കാൻ മാത്രമാണ് ഇതൊക്കെ. നമുക്ക് ഇത് കഴിഞ്ഞാൽ നമുക്കൊക്കെ വിട്ടിട്ട് ഒറ്റ പോക്കണം. നമ്മുടെ ലക്ഷ്യം ഇവിടെ ആകുമ്പോഴാണ് പ്രശ്നം. നമുക്കത് വേദന വരും അല്ലേ. നമ്മുടെ ലക്ഷ്യമേ ഇതാണ്, ഈ ലോകമാണ്, ഈ കാര്യങ്ങളാണ്. ഇവിടെ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റാണ്ടാവും. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഗോലോക വൃന്ദാവനത്തിൽ നമ്മുടെ സ്വന്തം വീടിനെ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ അടുത്ത് നമ്മുടെ സ്ഥാനം നേടിയെടുക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ലക്ഷ്യമെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾക്ക് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അത് വന്നും പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ വളരെ സുഖമായിട്ട് വരും, ചിലപ്പോൾ ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ വിചാരിച്ച് നമ്മൾ അതിനെ ആ ഒരു മൂഡിൽ എടുത്തേ പറ്റൂ. എന്നാലാണ് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെ മൂഡിൽ എടുത്താലും എടുത്തില്ലെങ്കിലും ഇതൊന്നും ആരുടെയും സ്ഥിരമല്ല. സീരിയസ് ആയി എടുത്തുകൊണ്ടത് സ്ഥിരമൊന്നും ആർക്കാവില്ല. ഞാൻ സീരിയസ് ആയിട്ട് ഇത് ചെയ്യാൻ പോകണ മാതാജി പലതും പറയും. പക്ഷെ എൻ്റെ ഭൗതിക കർമ്മങ്ങൾ എനിക്ക് സീരിയസ് ആണ്, ഞാൻ സീരിയസ് ആയി കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തോളൂ. കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഈ സീരിയസ് ആയി കാര്യം ഒന്നുമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ഇതിൽ സീരിയസ് ആവരുത്. ഭക്തിയുടെ ലക്ഷ്യം എന്താ അറിയോ? ഭൗതിക ജീവിതത്തിൽ ഒരു സീരിയസ് ആവരുത്. നമ്മൾ അതൊന്ന് ചെയ്യാം അല്ലേ. ഇങ്ങനെ ചെയ്യുക, ഒഴുക്കോട് കൂടി ഇങ്ങനെ ചെയ്തങ്ങോട്ട് പോവുക, അത്രേ ഉള്ളൂ. ഒന്ന് ചിരിച്ചങ്ങോട്ട് ചെയ്ത് പോവുക. സീരിയസ് ഏതിലാവേണ്ടത്? സീരിയസ് ആവേണ്ടത് ഏതിലാ? നമ്മുടെ ഭക്തിയിൽ, നമ്മുടെ ഒറിജിനൽ കാര്യത്തിൽ നമ്മൾ സീരിയസ് ആയിരിക്കണം. മറ്റേത് ചിരിച്ച് കളിച്ചും രസിച്ചും അങ്ങോട്ട് പൊക്കോളുക, അത്രേ പാടുള്ളൂ. നമ്മൾ പക്ഷെ ഓപ്പോസിറ്റ് ചെയ്യണം. ഇതത്ര സീരിയസ് ഒന്നുമല്ല. നമ്മുടെ ഭൗതിക കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് തലയിലെടുക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? അവിടെ എന്തെങ്കിലും വീഴ്ചയെ പറ്റി അതുവരെ സമ്പാദിച്ച് സ്വപ്നം കണ്ടു അതിലാണ് അതങ്ങോട്ട് പോയി. കഷ്ടപ്പെട്ട് കുറേ വർഷം പൈസ കൂട്ടി വെച്ചൊരു വീട് വെച്ചു. ആ വീട് നല്ല പ്രളയത്തിൽ വന്ന് അതാ പോയി. ചിലർ ആത്മഹത്യ ചെയ്യും അതോടുകൂടി. പ്രളയത്തിൽ അത് പോയി കണ്ടു കഴിഞ്ഞാൽ പ്രളയത്തിൽ പോണത് എന്തിനാ കാണിച്ചു തരാൻ അറിയോ ഭഗവാൻ? ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഇവിടെ ഉള്ള എല്ലാതും ഒന്ന് കാണിച്ചു തരണം ഭഗവാൻ. അത് വീടിൻ്റെ കാര്യം, അതുപോലെ നമ്മുടെ വിവാഹ കാര്യങ്ങളല്ലേ, മക്കളാണല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സെൻസിൽ മനസ്സിലാക്കണം. ഇത് നമ്മുടെ കർമ്മത്തിന് മാത്രം, ഡ്യൂട്ടിക്ക് വേണ്ടി മാത്രം തന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് സീരിയസ് ആക്കാനുള്ളതല്ല. അത് സീരിയസ് ആക്കരുത് ആരും. സീരിയസ് ആയിട്ടുള്ളത് എന്താണ്?
കൃഷ്ണൻ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി. ഇത് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് സദാ ചിരിക്കാൻ പറ്റും. ഇനി എങ്ങനെ ചിരിക്കാൻ പറ്റും? മുഖം ഒന്ന് ചിരിക്കുകയല്ലാരും, മുഖം ഒന്ന് ചിരി വരണമെങ്കിൽ ഇത് സീരിയസ് അല്ലാതിരിക്കണം അല്ലേ? ഇവിടുത്തെ കാര്യം സീരിയസ് ആക്കിയിട്ട് നമുക്ക് ചിരിക്കാൻ പറ്റില്ല, എപ്പോഴും മൂഡ് ഓഫ് ആയിരിക്കും. കാരണം ഈ ലോകത്ത് പദം പദം വിപദം, ഓരോ അടി വെക്കുമ്പോഴും പ്രശ്നമാണ് വരിക. അവിടെ ഓരോ പാദത്തിലും പ്രശ്നം അല്ലേ? അതുകൊണ്ട് അത് മനസ്സിലാക്കുക. നമ്മൾ ഭക്തർ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ നാമം ജപിക്കുന്നവർ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. എന്ന് വെച്ചാൽ ഒരാൾ മരിക്കുമ്പോൾ കരയണം, ചിരിക്കണം എന്നെല്ലാം നമ്മൾ അതിൻ്റെ സെൻസ് മനസ്സിലാക്കണം. ഒരാൾ മരിച്ചു കിടക്കും, മാതാജി പറഞ്ഞിട്ട് ചിരിക്കാണ്ട് അവിടെ പോയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെയല്ല, നമുക്കറിയാലോ പ്രായോഗികമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം. മരിച്ച വീട്ടിൽ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളും നാളെ മരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ മാത്രം മരിക്കും, നമ്മളിപ്പോൾ കുറേ കാലം ജീവിക്കുന്ന ഒരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അതിനാണ് മരിച്ച വീട്ടിൽ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലേ? അപ്പം നമുക്ക് വളരെ ചിരി വരുമോ? ഇതിപ്പോൾ അവർക്ക് നമ്മൾ അവരെ സീരിയസ് ആയിട്ട് നമ്മൾ അവരെ കുറിച്ച് കാര്യം അവർ മാത്രമേ മരിക്കുള്ളൂ എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ അവരെക്കുറിച്ച് അങ്ങനെ സിമ്പതി കൊടുക്കുന്നത് അല്ലേ? നമ്മളൊക്കെ ഇങ്ങനെ എറ്റേണലാണ് ഇവിടെ എന്നുള്ള വിചാരത്തില്ല. അങ്ങനെയില്ല, അവരിന്ന് പോയി നാളെ നമ്മൾ പോകും, ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ ടൈമിലൊരു വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ ഓരോ മരണം സംഭവിക്കുമ്പോൾ, ഒരു ഫെയിലിയർ സംഭവിക്കുമ്പോൾ നമ്മളാണ് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ അല്ലേ? അപ്പോൾ ഞാൻ ഇതിൽ വെറുതെ കുടുങ്ങി കിടക്കരുത്, ഞാൻ എൻ്റെ ഭഗവാന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം, അത് മനസ്സിലാക്കണം. അതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഭഗവാന്. അപ്പോൾ ഇത് അറിയാത്തവർ അവിദ്യയാൽ വഴി തെറ്റിയിട്ട് ഭൗതിക കാര്യങ്ങളിലും മറ്റ് ഊഹാഭോഗങ്ങളിലും മുഴുങ്ങി കിടക്കും. ഇതിന് എന്താ പറയുക? അവിദ്യ എന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ 12:58 ആയതുകൊണ്ട് ഇനി അടുത്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രശ്നത്തിലാക്കും. അപ്പോൾ നമുക്ക് ഈ 2 മതി. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ചെയ്യുന്നുണ്ട്. ഹരേ കൃഷ്ണ. അപ്പോൾ പുരുഷോത്തമ മാസമായതുകൊണ്ട് അതിനെക്കുറിച്ച് പലരും, ഞാൻ ക്ലാസ് ഇട്ടുണ്ടായിരുന്ന ലൈവ് കേൾക്കാത്തവരുണ്ട്, ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. പുരുഷോത്തമ മാസം, അതായത് ഈ മാസം ജൂലൈ 18 ആരംഭിച്ച് ഓഗസ്റ്റ് 16 വരെയാണ് നമുക്ക് ഈ മാസം ഉള്ളത്. ഈ മാസം 3 വർഷം കൂടുമ്പോഴാണ് വരുള്ളൂ. ഈ മാസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഈ മാസത്തിൽ എടുക്കേണ്ട വ്രതങ്ങൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് പോയുള്ളൂ, ഇനി ടൈമുണ്ട്, നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ടത്. എടുക്കാത്തവർ വല്ലവരും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ 12 മാസങ്ങളാണ് ഉണ്ടായിരുന്നത്. സാധാരണ 12 മാസങ്ങൾ. ഈ 12 മാസത്തിനും അധിപതി വിഷ്ണുവാണ്. ഓരോ വിഷ്ണുമാരാണ് ഓരോ മാസത്തിനും അധിപതി. അങ്ങനെ ഈ ചന്ദ്രമാസ കലണ്ടറും സൂര്യ കലണ്ടറുമാണ് നമുക്കുള്ളത്. ഈ 2 കലണ്ടറിൻ്റെയും വ്യത്യാസം അനുസരിച്ച് ഒരു 11 ദിവസത്തെ വ്യത്യാസം വെച്ചിട്ട് ഒരു 3 വർഷം കഴിയുമ്പോൾ അതൊരു 1 മാസമായിട്ടുള്ള വ്യത്യാസമായിട്ട് മാറും. 1 മാസം വ്യത്യാസമാകും. ആ 1 മാസം എക്സ്ട്രാ വരണം, അതാണ് അതിമാസം എന്ന് പറയുന്നത്. ഈ എക്സ്ട്രാ വരുമ്പോൾ അതിന് ഏറ്റെടുക്കാൻ ആവില്ലാത്ത പോലെ അധികപ്പറ്റായിട്ട് വന്ന കാരണം ഈ മാസത്തിന് ആരും ശ്രദ്ധിക്കണില്ല. ആരും അതിന് ഒരു വിഷ്ണു അല്ല അതിൻ്റെ ഹെഡും. ബാക്കി 12 മാസങ്ങളുടെ ഹെഡ് വിഷ്ണു ആണല്ലോ. വിഷ്ണുവിന് 12 നാമങ്ങളാണ് 12 മാസത്തിന് ഉള്ളത് നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം. ഈ മാസം ഇടയ്ക്ക് കയറി വന്നപ്പോൾ അതിനൊരു അശുഭമായി കാണാൻ തുടങ്ങി, നല്ല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാണ്ടായി. അപ്പോൾ ഈ മാസത്തിന് ഭയങ്കര വിഷമമായി. ഈ മാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ അടുത്ത് പോകും, ബൈബിളിൻ്റെ പതിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് കരയാൻ തുടങ്ങും. ഒന്നല്ലെങ്കിൽ എന്നെ ഇല്ലാണ്ടാക്കൂ, കൊന്നേക്കൂ, അല്ലെങ്കിൽ എൻ്റെ ഈ അവഗണന എന്നെ ഒഴിവാക്കി തരുമെന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങും ഈ മാസം. അപ്പോൾ വിഷ്ണുവിന് ഭയങ്കര കരുണ തോന്നിയിട്ട് ഗരുഡനോട് ഈ മാസത്തിനെ പൂജിക്കാൻ പറയും. എന്നിട്ട് പക്ഷേ ഈ വിഷ്ണു ഈ അതിമാസത്തിനെയും കൊണ്ടിട്ട് ഗോലോക വൃന്ദാവനത്തിലേക്ക് പോവാണ്. ഈ ഗോലോക വൃന്ദാവനത്തിൽ എത്തിയിട്ട് കൃഷ്ണൻ ചോദിക്കും എൻ്റെ അവിടെ വന്ന് ചോദിക്കും. അപ്പോൾ ഈ അതിമാസം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പോണ വഴിയിലും അവിടെ എത്തിയിട്ട് ആരടുത്താണ് ഗോലോകത്തിലെ കൃഷ്ണനെ കണ്ടപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, ആരാണ് ഗോലോകത്തിലെ കൃഷ്ണൻ, അല്ലയോ ജനാർദ്ദന, എന്തുകൊണ്ടാണ് ഇവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ വിഷ്ണു പറയാണ്, ഈ മാസത്തിന് ഇങ്ങനെ അധികപ്പറ്റായിട്ട് ആൾക്കാർ പരിഗണിക്കാതെ വെറുത്തു പോകുന്ന ആൾക്കാർ അതിലുള്ള വിഷമം കൊണ്ടാണ് ഇങ്ങനെ കരണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗോലോകത്തിലെ ശ്യാമസുന്ദരന് അതീവ കരുണ തോന്നുകയാണ് ഈ മാസത്തിനോട്. എന്നിട്ട് പറയും, ഈ മാസത്തിന് എൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ഞാൻ കൊടുക്കുകയാണെന്ന്, എൻ്റെ എല്ലാ സർവ്വഗുണങ്ങളും ഈ മാസത്തിന് ഏൽപ്പിച്ച് ഞാൻ കൊടുക്കുകയാണ്. മാത്രമല്ല എൻ്റെ നാമമാണ് ഈ മാസം ഇനി അറിയപ്പെടുക. ഞാൻ മറ്റേതെല്ലാം വിസ്തരണങ്ങളാണ് കൃഷ്ണൻ്റെ, ഇത് സ്വയം എൻ്റെ പേരിൽ അറിയപ്പെടും, പുരുഷോത്തമൻ എന്ന് അറിയപ്പെടുന്നത്. പുരുഷോത്തമൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാ വിസ്തരണങ്ങളുടെയും ഉയർന്ന സുപ്രീം അതോറിറ്റിയാണ് കൃഷ്ണ പുരുഷോത്തമൻ. മറ്റേതൊക്കെ വിഷ്ണു പല പല പേരുകളാണ് മറ്റു മാസങ്ങൾ. വിഷ്ണു എന്നും പിന്നെന്താണ് ശ്രീധരൻ എന്നറിയപ്പെടുന്നുണ്ട്. വിഷ്ണുവിൻ്റെ വിസ്തരണമാണ് ഈ ശ്രീധരനും. പിന്നെ ആരൊക്കെയാണ് 12 നാമങ്ങൾ, കേശവൻ, മാധവൻ, നാരായണൻ അങ്ങനെയുള്ള പേരുകൾ അറിയപ്പെടുന്നത്. അതെല്ലാം വിഷ്ണുവിൻ്റെ വിസ്തരണങ്ങളാണ്.
അപ്പോൾ ഈ മാസത്തിന് ഞാൻ എന്നെ തന്നെ കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് സാക്ഷാൽ എൻ്റെ പേരിടാൻ പറഞ്ഞിട്ട് പുരുഷോത്തമൻ എന്ന് പേരിടും. ഇവൾ എൻ്റെ ഗുണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവളുടെ ഭർത്താവും സംരക്ഷണവും ഞാനായിരിക്കും എന്ന് പറയും. സാക്ഷാൽ ആരാണ്? ഗോലോകത്തിലെ കൃഷ്ണൻ. മാത്രമല്ല ആ കൃഷ്ണൻ എന്ന് പിന്നെന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, ഈ മാസത്തിൽ ആരാണോ വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ട് ഈ മാസത്തിനെ ആരാധിക്കുന്നത് അവർക്ക് ഈ ജന്മം തന്നെ ഗോലോകത്തിൽ പോകാൻ പറ്റുന്നു. അങ്ങനെ ഒരു മാസമാണിത്. നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്. ഇനി അടുത്ത 3 വർഷം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. നമ്മുടെ എല്ലാ ഭൗതിക ആഗ്രഹങ്ങളും കൂടെ നടക്കുന്ന പറഞ്ഞു. അതൊക്കെ കൃഷ്ണൻ പറയാണ് അല്ലേ? എന്താണ്? എല്ലാ ഭൗതിക ആഗ്രഹങ്ങളും ഈ മാസം പ്രാർത്ഥിക്കുന്നവർക്ക് നടക്കും. മാത്രമല്ല ഈ ജന്മം തന്നെ ആധ്യാത്മിക ആഗ്രഹങ്ങളും നടക്കും. ഈ ജന്മം തന്നെ ഗോലോക വൃന്ദാവനത്തിൽ പോകാനും പറ്റും. ഇതൊരു സ്പെഷ്യൽ മേഴ്സിയാണ് ഭഗവാന്റെ ഈ മാസത്തിൻ്റെ അതിമാസത്തിൻ്റെ വ്രതം എന്ന് പറയുന്നത്. ഈ മാസത്തിലപ്പോൾ നമ്മൾ പുലർച്ചെ എണീറ്റിട്ട് സൂര്യോദയത്തിന് മുമ്പ് കുളിക്കുക, ജപിക്കുക, വെജിറ്റേറിയൻ അതായത് പ്രസാദം, കൃഷ്ണപ്രസാദം മാത്രം കഴിക്കാൻ പറ്റുന്നവർ അത് മാത്രം കഴിക്കുക. ഇനി അതിൻ്റെ സാഹചര്യം ഇല്ലാത്തവർ അറ്റ്ലീസ്റ്റ് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുക, പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക. പിന്നെന്താണ്? 15-ാം അധ്യായം ഭഗവത്ഗീതയിൽ പുരുഷോത്തമ യോഗം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ 20 ശ്ലോകങ്ങൾ. അത് നിത്യം വായിക്കുക ഈ മാസം കഴിയുന്നവരെ. പിന്നെന്താണ്? ഒരു മഞ്ജുമാതജ മന്ത്രമില്ലേ, ഗോവർദ്ധനതരം വന്ദേ, ആ മന്ത്രം ഒന്ന് എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കാം. ആ മന്ത്രം ഒന്ന്. പുരുഷോത്തമ യോഗം അധ്യായം 15 പുരുഷോത്തമ യോഗം. എല്ലാവരുടെയും പ്രശ്നം തീർക്കാനുള്ള ഒറ്റ മാസത്തെ വ്രതമാണിത് പുരുഷോത്തമ യോഗം. പിന്നെ സന്ധ്യയ്ക്ക് നമ്മൾ രാധാകൃഷ്ണൻ്റെ സീരിയസ് ആയിട്ട് രാധാകൃഷ്ണനെ ഭജിക്കുന്ന മാസമാണിത്. മറ്റ് വിഗ്രഹങ്ങൾക്കല്ല. അപ്പോൾ ദാമോദര മാസത്തിലൊക്കെ നമ്മൾ കാർത്തിക മാസത്തിൽ ഈ ദാമോദരനാണ് ആരതി ചെയ്യുക. പക്ഷേ ഈ മാസത്തിൽ രാധാകൃഷ്ണനാണ് ആരതി ചെയ്യുന്നത്. നെയ്വിളക്കൊണ്ട് നമ്മൾ സന്ധ്യയ്ക്ക് ആരതി ചെയ്തിരുന്നില്ലേ? അതുപോലെ ഈ മാസം നമ്മൾ നെയ്വിളക്കൊണ്ട് സന്ധ്യയ്ക്ക് രാധാകൃഷ്ണന്മാരെ ആരതി ചെയ്യണം. പാദത്തിൽ 4 തവണ, നെഞ്ചിൽ 2 തവണ, മുഖത്ത് 3 തവണ, മൊത്തം ആപാദ ചൂടം 7 തവണ ചെയ്യണം നെയ്വിളക്കൊണ്ട്. ഒന്നുമില്ലെങ്കിൽ ചിരാതിൽ നെയ്യ് ഒഴിച്ചിട്ട് വിളക്ക് അങ്ങനെ കാണിക്കുക. അല്ലെങ്കിൽ ഉണങ്ങിയ തുളസിക്കണ്ടുണ്ടെങ്കിൽ അതിൽ പഞ്ഞി ചുറ്റിയിട്ട് അതിനെ നമ്മൾ നെയ്യിൽ മുക്കിയിട്ട് അതുകൊണ്ട് ആരതി ചെയ്താൽ വളരെ ശ്രേഷ്ഠമാണ് ഉണങ്ങിയ തുളസിക്കണ്ട് കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നും സന്ധ്യയ്ക്ക് ഈ ആരതി രാധാകൃഷ്ണൻ്റെ ഫോട്ടോയിൽ എല്ലാവരും ചെയ്യാം സന്ധ്യയ്ക്ക് കുളിച്ചിട്ട്. വെജിറ്റേറിയൻ അല്ലാത്തവർ ഈ മാസം വെജിറ്റേറിയൻ ആയിരിക്കുക. പിന്നെ ആയവർ വെജിറ്റേറിയൻ ആയവർ പ്രസാദം ഭഗവാൻ നിവേദിച്ച് ഭക്ഷണം കഴിക്കുക, പ്രസാദം കഴിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം. പുരുഷോത്തമ യോഗം മാതാജി ഒരു മന്ത്രം ചൊല്ലി. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വായിക്കുക. ഈ മന്ത്രം എല്ലാവരും ഈ മാസം ഫുള്ള് വായിക്കേണ്ടതാണ്. ഇത് വായിച്ചതിന് ശേഷം ശ്ലോകം അധ്യായം 15 നമുക്കൊന്ന് വായിക്കാം ഇവിടെ. അതിനാൽ ഞാൻ വേഗം ക്ലാസ് നിർത്തി. നമുക്ക് ഇതൊക്കെ അങ്ങനെ വിട്ടു പോകണ്ടെന്ന് വെച്ചിട്ട് അധ്യായം 15 20 ശ്ലോകങ്ങൾ. ഓരോ ശ്ലോകം ഓരോരുത്തരായിട്ട് വായിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉറക്കെ വായിക്കണം. മൈക്കിൽ ഇവിടെ വന്ന് വായിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും അത് കിട്ടും. അതാണ് ആ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടത്. ഇതോ ആയാലും മതി. അല്ല ഇവിടെ വരണേ വേറൊരു ചേച്ചിക്ക് മതി. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ മാസത്തെക്കുറിച്ച് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ പലരും പല രീതിയിലൊക്കെ വ്രതം എടുക്കും. ചിലർ പാല് മാത്രം കുടിച്ച്, സന്യാസിമാരൊക്കെ ഈ മാസം പാല് മാത്രം കുടിച്ച് വ്രതം എടുക്കും. ചിലർ റൂട്ട്സ് മാത്രം കഴിച്ച് വ്രതം എടുക്കും. ചിലർ 1 കിലോ ഊണ്. ഞാൻ 1 കിലോ ഊണാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ഊണ് അത് ഉച്ചയ്ക്ക് മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ 1 കിലോ ഊണ് എടുത്തിട്ട് വ്രതം എടുക്കാം. പിന്നെ ചിലർ പാലും ഫ്രൂട്ട്സും നട്ട്സും മാത്രം കഴിച്ച് വ്രതം എടുക്കും. അത്രയൊന്നും പറ്റാത്തൊരു ഫുള്ള് പ്രസാദം മാത്രം കഴിക്കുക. 3 നേരം പ്രസാദം മാത്രം കഴിച്ച് വ്രതം എടുക്കുക. നിവേദ്യം പുറത്തുനിന്നൊന്നും കഴിക്കാതിരിക്കുക. ഇപ്രാവശ്യം ബിസ്ക്കറ്റ് അങ്ങനെയൊന്നും കഴിക്കേണ്ട. ഒരു മാസമല്ലേ ശ്രദ്ധിക്കേണ്ടു. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഈ വ്രതത്തിന് അത്രയും ശക്തിയാണ്. ഭഗവാൻ പാണ്ഡവർക്ക് വനവാസത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഈ വ്രതത്തിൻ്റെ ശക്തി. എഗ്ഗൊക്കെ നോൺ വെജാ. ഈ മാസം കഴിക്കേണ്ട എന്തായാലും അതൊന്നും. ഒരു മാസം ഈ വ്രതം എടുക്കും. നമുക്ക് തിരിച്ചു പോകണം. ഇവിടെ മതി കിടന്നത് എത്ര കാലമായി, എത്ര ജന്മമായി ഇവിടെ കിടക്കണേ. നമുക്ക് പോവാൻ നോക്കണേ എല്ലാവർക്കും. ഈ വ്രതമൊക്കെ അതിന് സഹായിക്കും നമ്മളെ തിരിച്ചു പോകാനായിട്ട്. ഭഗവാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് എൻ്റെ ജീവാത്മാവ് അല്ലേ ഓരോ വ്യക്തികൾ തിരിച്ചു വരുകൊണ്ട് ഗോലോകത്തിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വ്രതമൊക്കെ എടുത്ത് ശുദ്ധീകരിച്ചിട്ട് വേണം പോകാൻ നോക്കാനായിട്ട്.
ഈ ജന്മതൊന്നും ചെയ്തില്ലെങ്കിൽ വീണ്ടും അടുത്തത് ഏതെങ്കിലും അമ്മയുടെ ഗർഭത്തിൽ ജനിച്ച് വീണ്ടും രാവിലെയും ചെയ്യുന്നത് ഞാൻ 2 നേരം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കുറവ് എത്തുന്നതുകൊണ്ട് രാവിലെയും വൈകുന്നേരം ചെയ്യുന്നുണ്ട്. ഞാനും നിങ്ങൾ ചെയ്തോളൂ. രാവിലെ 5:30 വൈകുന്നേരം 6:30 കിട്ടുന്ന സമയം പാഴാക്കരുത്. മാക്സിമം ഇത് യൂസ് ചെയ്യും. ഇനി 3 വർഷം കഴിഞ്ഞിട്ടാണ് വരിക. ആ 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സാധിക്കുമോ, എല്ലാപ്പോഴും ഒരുപോലെ ആയിരിക്കും ഒന്നും അറിയില്ല. ശുഭസ്യ ശീഘ്രം, ശുഭമായ കാര്യങ്ങൾ വേഗം ചെയ്യാൻ നീട്ടി വെക്കരുത്. അപ്പോൾ എപ്പോഴും നമ്മൾ നാളെ മരിക്കുമെന്ന് വിചാരിക്കണം എല്ലാവരും അല്ലേ, എന്നാലാണ് നമ്മൾക്ക് ജീവിതം കറക്റ്റ് ആവുള്ളൂ. നമ്മൾ അടുത്ത 3 വർഷം കഴിഞ്ഞിട്ട് ചെയ്യാം. അതുവരെ ജീവിക്കുന്നുള്ള പ്രതീക്ഷിക്കരുതാരും. എനിക്ക് ഇന്നത്തോടെ ആയുസുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് എല്ലാവരും ചെയ്യും. ഇതാ ഈ മന്ത്രം എല്ലാവരും ചൊല്ലണം. ഏറ്റു പറഞ്ഞോളൂ. ഗോവർദ്ധനോദരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം. ഇത് ഈ മാസം എന്നും ചൊല്ലണം. ഇത് എഴുതിയെടുത്തോളൂ. അല്ലെങ്കിൽ ഞാൻ വാട്സപ്പിൽ എല്ലാവർക്കും അയച്ചിട്ടുണ്ട്, നമ്മൾ ഗ്രൂപ്പിലുണ്ട്. കിട്ടാത്തവർക്കാണ് പറയണത്. ഇനി അടുത്ത ഇത് എന്നും ചെയ്യേണ്ടതാണ് ഈ മന്ത്രം. പിന്നെ നമ്മൾ ഇത് കൗണ്ടല്യമുനിയാണ് ഈ മന്ത്രം ജപിച്ചിരുന്നത് ഈ മാസത്തിൽ. ഇനി അടുത്തത് അധ്യായം 15 പുരുഷോത്തമ യോഗം. ഓരോരുത്തർ വന്ന് വായന തുടങ്ങിക്കോ. ആദ്യം ആരാണ്? ലതാൻറ്റിക്ക് വേണം ആദ്യത്തെ ചാൻസ്. എന്തായാലും 15 പേര് ചെയ്യും, അല്ല 20 പേര് ചെയ്യണം. 20 ശ്ലോകം ഉണ്ട്. ഒന്നാമത്തെ ഞാൻ വായിക്കാം. ആ 2 ഓർഡർ വായിക്കാം. എനിക്കിനി നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിവിടെ വായിക്കട്ടെ. ഇതിനൊക്കെ ബെനിഫിറ്റാണ്. ഇത് ഓരോന്ന് വായിക്കുന്ന ബെനിഫിറ്റ് വ്യക്തമായി കേട്ടാലും ബെനിഫിറ്റാണ്. അധ്യായം 15 പുരുഷോത്തമ യോഗം. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമദശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവേദ്. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു. ഏറ്റു പറഞ്ഞോളൂ. അപ്പൊ എല്ലാവരും വായിച്ച പോലെയല്ലേ? വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായൊരു അശ്വത്ഥമുണ്ട്. അതിൻ്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്നവനത്രേ വേദജ്ഞൻ. ശ്ലോകം 2 വായിക്കൂ. ഞാൻ ബുക്കില്ലാത്തവർക്ക് ബുക്ക് തരാം. ശ്ലോകം 2 മൈക്കില്ലല്ലേ? ഉറക്ക വായിക്കണേ. ഉറക്ക വായിക്കണം. എല്ലാവർക്കും ഏറ്റു പറയിപ്പിക്കണം. രണ്ടാമത്തെ കറണ്ട് പോയി. ഉറങ്ങാതിരിക്കാൻ നിന്ന് വായിച്ച നല്ലത്. അദശോർധം തസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാള അദശ്ച മൂല്യാനനുസന്ദദാനി കർമാണി ബന്ധീനി മനുഷ്യലോകേ. ഈ വൃക്ഷത്തിന്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെട്ട് താഴോട്ടും മേലോട്ടും പടർന്നു കിടക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണ് അതിൻ്റെ ചില്ലകൾ. ഈ വൃക്ഷത്തിന് താഴേക്കിറങ്ങുന്ന വേരുകളുമുണ്ട്. മനുഷ്യ സമുദായത്തിന്റെ ഫലോദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെട്ടവയത്രേ. ഹരേ കൃഷ്ണ. ശ്ലോകം 3 അതച്ച് വായിച്ചോ. പേജ് നമ്പർ കിട്ടിയില്ല. 739. ബുക്കില്ലാത്തവർക്ക് വായിക്കാം. ബുക്ക് പാസ് ചെയ്ത് കൊണ്ടുവെക്കും. ബുക്ക് ഇവിടെ ഉണ്ട്. ശ്ലോകം പേജ് നമ്പർ 739 കേട്ടോ. ശ്ലോകം 3. സമയം പോവാതിരിക്കാൻ വേഗം വായിക്കുക. എല്ലാവരും ഏറ്റു പറയും വേണം.
ആർക്കും കേൾക്കണില്ല, ഉറക്ക വായിച്ചോ? ഇരുന്ന് വായിച്ചോ? അല്ല 3 മാത്രം. 3, 4 വായിച്ചോ? 3, 4 വായിച്ചു. 3, 4 വായിച്ചോളൂ. എഴുന്നേറ്റ് വായിക്കാൻ പറയണോ? മാതാജി എഴുന്നേറ്റ് നിൽക്കും. എഴുന്നേറ്റ് വായിക്കാം. അവിടെ മാതാജിമാർക്ക് കാണില്ല. എഴുന്നേറ്റ് കുഴപ്പമില്ല മാതാജി, കൃഷ്ണന് വേണ്ടിയിട്ടല്ലേ, ഒരു പ്രശ്നവുമില്ല. എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ട് വായിക്കുന്നത്. 3, 4 ഉറക്ക വായിക്കണം. വായിച്ചോ? 2 ഒരുമിച്ചാണ് വിവർത്തനം, അതുകൊണ്ടേ. വായിച്ചോളൂ. നരൂപമസ്യേഹ തതോപലഭ്യതേ നാന്തോ ന ചാദിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തദപദം തത്പരിമാർഗിതവ്യം ഭൂയ ഒരുമിച്ച് വന്നോളൂ. നിവർത്തന്തി ഭൂയ യസ്മിൻ ഗദാനാനി വർത്തന്തി ഭൂയ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥാപ്രവൃത്തി പ്രസുത പുരാണി. ഈ ശ്ലോകത്തിന്റെ വിവർത്തന അപ്പുറത്തെ പേജ് വായിച്ചോളൂ മതി. അത് വേണ്ട മതി, വിവർത്തനം. അർത്ഥം വേണ്ട, വിവർത്തനം വായിക്കും. ഈ വൃക്ഷത്തിന്റെ അത് വായിച്ചു കണ്ടോ? ഉറക്ക വായിക്കും. ഈ വൃക്ഷത്തിന്റെ യഥാർത്ഥ രൂപം ഈ ലോകത്തിൽ കാണുകയില്ല. അതിന്റെ ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ കണ്ടെത്താനാവില്ല. വേരുറച്ചുയർന്ന ഈ വൃക്ഷത്തെ ദൃഢനിശ്ചയത്തോടെ വിരക്തിയാകുന്ന ആയുധത്താൽ ഛേദിച്ചു കളയണം. എന്നിട്ട് എവിടെ ചെന്നാൽ തിരിച്ചു വരവില്ലയോ ആ ദിവ്യപദം ഊകി സ്മരണാതീതകാലം മുതൽക്കേയുള്ള എല്ലാറ്റിൻ്റെയും ഉറവിടമായ പരമപുരുഷന് സ്വയം സമർപ്പിക്കണം. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അടുത്ത 5ാമത്തെ ശ്ലോകം ആര് വേണമെങ്കിൽ ഓടി വന്ന് വായിക്കാം കേട്ടാ. ഇന്നാൾ വേണമെന്നില്ല. മാതാജി വായിച്ചോ. മഞ്ജു മാതാജി എണീക്കും. ഇവിടെ വന്ന് എല്ലാവരും കാണട്ടെ. ഭഗവാന് വേണ്ടിട്ടല്ലോ, ഒരു കുഴപ്പമില്ല. ശ്ലോകം 5. ഇത് ഒരു പ്രാവശ്യം എല്ലാവരും വായിക്കാനത് പറഞ്ഞു. വീട്ടിൽ ചെന്ന് ഡെയിലി ഇത് വായിക്കണം. 15 നിർമാനമോഹ ജിതസംഗദോഷ ആധ്യാത്മനിത്യ വിനിവൃത്തകാമ ദ്വന്ദ്വേർവിമുക്ത സുഖദുഃഖ സംജ്ഞൈർ ഗച്ഛന്ത്യമൂഢ പദമവ്യയം തത് മിഥ്യാഭിമാനം മായാമോഹം ദുസ്സംസർഗം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞ് ഭൗതിക തൃഷ്ണയിൽപ്പെടാതെ സനാതന തത്വത്തെ അറിഞ്ഞ് സുഖദുഃഖാദികളായ ദ്വന്ദ്ങ്ങളിൽ നിന്നും മോചിതരായി വിഭ്രാന്തരാകാതെ പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്ന എങ്ങനെയെന്ന് അറിയാവുന്നവർ പരമമായ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കും. അടുത്ത 6ാമത്തെ ശ്ലോകം ആരാ പഠിക്കണേ? അതെ, ഒരു മാതാജി വരുന്നുണ്ട്. മാതാജി വരൂ. ഹരേ കൃഷ്ണ. മിനി മാതാജി. എല്ലാവരും വായിച്ചോളൂ. ഈ ജന്മം ഗോലോകത്തേക്ക് പോകാനുള്ള ഒരു അവസരമാണ് വേസ്റ്റ് ചെയ്തത്. എല്ലാവരും കേൾക്കുക, വായിക്കുക. ഉറപ്പാണ് ഒരു സംശയം വേണ്ട. 6ാമത്തെ
न तद्भासयते सूर्यो न तद्भासयते सूर्यो न शशाङ्को न पावकः न शशाङ्को न पावकः यद्गत्वा न निर्वर्तन्ते यद्गत्वा न निवर्तन्ते तद्धामा परं मम तद्धामा परमं मम പരമമായ എൻ്റെ പരമമായ എൻ്റെ കൃഷ്ണ മീനിങ് വായിക്കണം. ഓരോരുത്തല്ല വിവർത്തനം. ഇപ്പൊ വായിച്ചത് മാതാജി, ഇപ്പൊ വായിച്ചത് അതിനെ അതല്ല മാതാജി, ഇപ്പൊ മാതാജി വായിച്ചില്ല അത്. പരമമായ എൻ്റെ ആവാസസ്ഥാനത്ത് എല്ലാവരും ഏറ്റു പറയട്ടെ കേട്ടോ. പരമമായ എൻ്റെ ആവാസസ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരവില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. ഏഴാമത്തെ ശ്ലോകം. പ്രിയമാജി വന്നോ? വേമേം വായിക്കേ. മടിയാവണ്ട, എന്തായാലും 20 ആള് വായിച്ചു. കമല മാതാജി ഓർക്ക് വായിച്ചോളൂ. മാതാജി അവിടെ നിന്ന് വായിച്ചോ, കുഴപ്പമില്ല. അതല്ല, 7 മമൈവാംശോ ആ ശ്ലോകാണ് 7. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. വിവർത്തനം. എൻ്റെ ശാശ്വത അംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ബദ്ധരായ സകല ജീവസത്തകളും. ബദ്ധമായ ജീവിതം നയിക്കുകയാൽ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അവർ കഠിനാധ്വാനം ചെയ്യുകയാണ്. ഓക്കെ, മതി. 8 ആരോ വയ്ക്കാം. മാതാജി, ശൈല മാതാജി 8. ശരീരം യദവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വര ഗൃഹീതയുതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ഭൗതിക ലോകത്തിലെ ജീവസത്ത കാറ്റ് ഗന്ധങ്ങളെ എന്ന പോലെ ജീവിത സങ്കല്പങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു തരത്തിലുള്ള ശരീരം സ്വീകരിക്കുന്നു. ഓക്കെ മാതാജി. 9ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ഇപ്രകാരം മറ്റൊരു സ്ഥൂല ശരീരം കൈക്കൊള്ളുന്ന ജീവസത്ത മനസ്സിനിണങ്ങിയ 5 ഇന്ദ്രിയങ്ങൾ കണ്ണ്, ചെവി, നാവ്, മൂക്ക്, ത്വക്ക് എന്നിവ സ്വീകരിക്കുകയും അവയിലൂടെ ഒരു കൂട്ടം ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കുകയും ചെയ്യുന്നു. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 10. മാതാജി അവിടെ നിന്ന് വായിച്ചോളൂ. ഇത്രയും ദൂരം നിന്നോളൂ. നിന്ന് വായിച്ചോളൂ. എല്ലാവരും വായിക്കട്ടെ മാജി. എല്ലാവരും ഏറ്റു പറയട്ടെ. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ചാനം വാ ഗുണാന്വിതം വിമൂഢ നാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ.
അർത്ഥം വേണ്ട, അത് വിവർത്തനം. ജീവാത്മാവ് എങ്ങനെ ഈ ശരീരം വിട്ടു പോകുന്നുവെന്നോ ഗുണങ്ങളുടെ ആകർഷണത്തിന് വഴിപ്പെട്ട് ഏതുതരം ശരീരത്തെയാണ് സ്വീകരിച്ച് അനുഭവിക്കുന്നെന്നോ മൂഢന്മാർക്കറിയാൻ വയ്യ. ജ്ഞാനത്തിന്റെ അകക്കണ്ണ് തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാകുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 11 ആരാ വായിക്കും? മാതാജി വായിച്ചു. 11. മാതാജി എല്ലാവരും ഏറ്റു പറയട്ടെ. യദന്തോ യോഗിനൈശ്ചൈനം പശ്യന്ത്യാത്മന വസ്ഥിതം യദന്തോ അപ്യകൃതാത്മനോ നൈനം പശ്യന്ത്യ ചേതസ. വിവർത്തനം പറയും, വായിക്കും. അത് വരൂ മാതച്ച് വരൂ. ആത്മസാക്ഷാത്കാരം ലഭിച്ച് എപ്പോഴും എത്തിച്ചുകൊണ്ടേയിരിക്കുന്ന അതീന്ദ്രിയവാദികൾക്ക് ഇതെല്ലാം വ്യക്തമായി കാണാൻ കഴിയും. മനോവികാസം പ്രാപിക്കാത്തവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്കും ശ്രമിച്ചാലും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയില്ല. ഓക്കെ, അടുത്ത 12ാമത്തെ ശ്ലോകം മാതാജി ശ്രീകല മാതാജിക്ക് കൊടുത്തു. ശ്രീകല മാതാജി ശ്ലോകം 12. ഹരേ കൃഷ്ണ. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയതേ അഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നോ തത്തേജോ വിദ്ധി മാമകം. പ്രപഞ്ചത്തിലെ അന്ധകാരമത്രയും നീക്കി അതിനെ ശോഭായമാനമാക്കുന്ന സൂര്യന്റെ തേജസ് എന്നിൽ നിന്നാണ് വരുന്നത്. ചന്ദ്രന്റെയും അഗ്നിയുടെയും തേജസ്സുകളും എന്നിൽ നിന്ന് തന്നെ വരുന്നവയാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. അടുത്ത 13ാമത്തെ ശ്ലോകം ആരാണ്? ക്ഷീണമാതാജി. ക്ഷീണമാതാജിക്ക് മൈക്ക് കൊടുത്തോളൂ. മൈക്ക് കൊടുക്കുമ്പോഴേ ക്ഷീണമാതാജിക്ക്. ശ്ലോകം 13. ഇത് കേട്ടാലും കൂടാണ് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. വായിക്കാൻ കിട്ടില്ലേ കുഴപ്പമില്ല, ശ്രദ്ധിച്ച് കേൾക്കാം. ധാരയാമ്യഹമോജസാ പുഷ്ണാമി ചൗഷധി സർവാ സോമോ ഭൂത്വാ രസാത്മക. ഞാൻ ഓരോ ഗൃഹത്തിലും ഉൾപ്പെടുത്തി അവയെ എന്റെ ശക്തി കൊണ്ട് ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു. ഞാൻ ചെന്ന് ചന്ദ്രനായി തീർന്ന് എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുന്നു. ഓക്കെ, 14 ശ്ലോകം 14 ആരാ വായിക്കുന്നത്? സനീത. വേഗം ആയിക്കോട്ടെ കേട്ടോ. എല്ലാരും കേട്ട് പറയണം. എന്റെ വെക്ക് സന, എന്റെ ചെറിയ കുട്ടികളൊക്കെ എന്റെ വെക്ക്. ഓക്കെ. അഹം വൈശ്വാനരോ ഭൂത പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത
പച്ചാമിന്നം ചതുർവിധം പച്ചാമിന്നം ചതുർവിധം വിവർത്തനം സകല ജീവികളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ ഉൾക്കൊള്ളുന്നതും പുറത്തു തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്ന് ഞാൻ നാല് വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 15 ശ്ലോകം 15 അതൊക്കെ വായിക്കില്ലേ? അതെന്താണ്? പ്രണയിനെ വായിക്കാൻ പറ്റി വായിച്ചോട്ടെ. പ്രണയം മാതാജി വായിച്ചൂടെ? ആ ഓക്കെ മതി. മൈക്ക് കൊടുക്കട്ടെ. മൈക്ക് വേണം, കേൾക്കില്ല. മാതാജി മഴ പെയ്ത് കേൾക്കില്ല. സർവസ്യജാഹം സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമവോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃതേദവിദേഹചാഹം. അർത്ഥം സർവജീവികളുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു. മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. എല്ലാ വേദങ്ങളുടെയും അറിയേണ്ടത് എന്നെ തന്നെ വേദാന്തമുണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. അടുത്തത് 16 ശ്ലോകം 16 ആരാ വായിക്കണേ? പ്രഭു വായിക്കണം. പ്രഭു വായിക്കണം. വായിക്കില്ലേ? ആരാണ് വായിക്കാൻ ശക്തിയുള്ളവർ? ശ്രീജിത്ത് പ്രഭു വായിച്ചൂടെ? ശ്രീജിത്ത് പ്രഭുവിന് കൊടുക്കുക. ശ്രീജിത്ത് പ്രഭു വായിക്കണേ. മാതാജി ശ്രീജിത്ത് പ്രഭു. മാതാജി അങ്ങോട്ട് കൊടുത്തോ. ആ മാതാജി ശ്രീജിത്ത് പ്രഭു മൈക്കില് വായിക്കണേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദ്വാവിമോ പുരുഷോ ലോകേ ശരശ്ചാക്ഷരമേവ ച ക്ഷരസർവാണി ഭൂതാനി ഗൂഢസ്ഥോക്ഷത ഉച്യതേ. പുരുഷൻ അഭിവർത്തനം. അതിന്റെ തൊട്ട് താഴെയല്ല, അതിന്റെ അടുത്ത താഴെ. പുരുഷന്മാർ രണ്ടു വിധം, തെറ്റുപറ്റാവുന്നവരും അല്ലാത്തവരും. ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കളെല്ലാം തെറ്റുപറ്റാവുന്നവരാകുന്നു. ആധ്യാത്മിക ലോകത്തിലുള്ള ജീവാത്മാക്കൾക്ക് തെറ്റുപറ്റുകയില്ല. ഹരേ കൃഷ്ണ. ശ്ലോകം 17 ആരാണ്? പ്രഭുവിന് വായിക്കണേ? വായിച്ചോളൂ. പ്രഭുവിന് കൊടുത്തോ. ശ്ലോകം 17. ഈ ജന്മം ആർക്കും ഇവിടെ കേട്ടാൽ ആർക്കും ഇനി പുനർജന്മം ഉണ്ടാവില്ല കേട്ടോ, ഉറപ്പാണ്. സത്യമായി ഭവിക്കട്ടെ. 17. ഉത്തമ പുരുഷ സ്വന്യ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയമാവിശ്യ വിഭർത്യയ ഈശ്വര. അർത്ഥണ്ട വിവർത്തനം. ഇവരെ കൂടാതെ അത് വായിക്കും. ഇവരെ കൂടാതെ പരമപുരുഷനായ പരമാത്മാവ് എന്നറിയപ്പെടുന്ന അവ്യയനായ ഭഗവാനുണ്ട്. അദ്ദേഹം 3 ലോകങ്ങളിലും അന്തർഗതനായി അവയെ പുലർത്തിപ്പോരുന്നു. ഓക്കെ, താങ്ക് യു പ്രഭു. അടുത്ത് 18 ആരാണ് വായിക്കുന്നത്? 18 പ്രണയ് വായിച്ചോ. പ്രണയിന് കൊടുക്കും പ്രഭു. പ്രണയ്
18. 19 തുളസി വായിച്ചോ, 20 പ്രണയം വായിച്ചോ. ഓക്കെ. 18 വേഗമായി. യസ്മാദക്ഷരമതീതോഹം അക്ഷരാദവി ചോത്തമഃ അതോ അസ്മി ലോകേ വേദേ ച പ്രതിദഃ പുരുഷോത്തമഃ. വിവർത്തനം വായിച്ചു. ഞാൻ ഇന്ദ്രിയാതീതനും ശരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശ്രേഷ്ഠനുമായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമനെന്ന് പുകഴ്ത്തുന്നു. സ്വയം പുകഴ്ത്തുന്നു. എന്നിട്ട് ലോകര് പുകഴ്ത്തുന്നു. അല്ലെങ്കിൽ കൃഷ്ണന്റെ പണി നോക്കും. 19 ആരാ വായിക്കണേ? 19 തുളസിക്കുട്ടി 19 വായിക്കോ? മാതാജി ബുക്ക് തരും. മാതാജിയിൽ ബുക്കുണ്ട്. ശ്ലോകം 19 അതിന്റെ വിവർത്തനം മൈക്കില്. യോമാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. വിവർത്തനം. എന്നെ ഓരോ വാക്കും ഓരോരുത്തർ. എന്നെ എന്ന് പറയും. എന്നെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെന്ന് സംശയം അറിയുന്നവർ എല്ലാം അറിയുന്നവരാണ്. ഹേ ഭാരത, അതുകൊണ്ട് അവർ എൻ്റെ ഭക്തിയുടെ സേവനത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നു. വെരി ഗുഡ് തുളസിക്കുട്ടി. ഇനി പ്രണയക്കുട്ടി. ലാസ്റ്റ് ശ്ലോക പ്രണയം. 20ാമത്തെ കഴിഞ്ഞു. മോൾക്ക് വായിക്കുന്നുണ്ടോ? ശ്ലോകം 20. 20 കേട്ടോ. ശ്ലോകം 20. ഉദ്യതമം ശാസ്ത്രം ബുദ്ധിമാൻ കൃതകൃത്യശ്ച ഭാരത. വിവർത്തനം. ഭാവാർത്ഥല്ല, അതിന് മുമ്പുള്ളത്. പാപരഹിത ഞാൻ ഇപ്പോൾ ഉപദേശിച്ച
ജ്ഞാനം വേദഗ്രന്ഥങ്ങളിലെ അതിരഹസ്യമായ ഭാഗമാണ്. ഇതറിയുന്നവർ ബുദ്ധി ബുദ്ധിശാലികളാവും. അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അപ്പൊ നമ്മൾ എല്ലാവരും 20 ശ്ലോകം വായിച്ചു. വായിച്ചവർക്കും കേട്ടവർക്കും ഇനി പുനർജന്മം ഉണ്ടാവില്ല. ഇത് വിശ്വസിക്കുന്നവർക്കും ഉണ്ടാവില്ല. ഇനി ഇത് നമ്മൾ നിത്യം വായിക്കണം എല്ലാവരും. 15-ാം അധ്യായമാണ് പുരുഷോത്തമ യോഗം ഭഗവത്ഗീത. ഓഗസ്റ്റ് 16 വരെ ഡെയിലി സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ രാവിലെ വായിക്കാം, മറക്കരുത്. പിന്നെ ഇനി ആരുടെ എങ്ങനെ ചെയ്യാൻ നമ്മൾ കാണിച്ചു തരും, അതും മറക്കരുത് ചെയ്യാം. ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.